ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലീൻലി. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ 10/6/2025 നടന്ന RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ തേർഡ് ഷിഫ്റ്റിലെ ആദ്യ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് റീജിയണൽ ലാംഗ്വേജസ് ലിറ്ററേച്ചർ ഡിഡ് ഗിരീഷ് കർണഡ് കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ത്രൂ ഹിസ് വർക്ക്സ്? സ്റ്റാറ്റിക് GK എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് കന്നഡയാണ്. ഗിരീഷ് കർണഡ്. ഈ കന്നഡും കന്നഡയും വെച്ച് നമ്മൾ ജസ്റ്റ് റിലേറ്റ് ചെയ്താൽ മതി. കന്നഡ ആൻഡ് കന്നഡ വെച്ചിട്ട് റിലേറ്റ് ചെയ്താൽ മതി. ഗിരീഷ് കർണഡ് ഏറ്റവും കൂടുതൽ വർക്ക് എഴുതിയിട്ടുള്ളത്, ലിറ്ററേച്ചർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് കന്നഡ ലാംഗ്വേജിലേക്കാണ്. അക്കോർഡിംഗ് ടു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യ, which tiger reserve recorded a rise in the population of greater one-horned rhinos with the number climbing from 46 in 2023 to 51 in 2025? കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യമാണ്. 2023 46 ഗ്രേറ്റ് വൺ ഹോൺ റൈനോസ് ആയിരുന്ന നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ് 2025 ആയപ്പോഴത്തേക്കും 51 അതിൻ്റെ പോപ്പുലേഷൻ കൂടി. സോ അത് ഏത് ടൈഗർ റിസർവ് ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ദുധുവ നാഷണൽ പാർക്കാണ്. ഓക്കെ, ദുധുവ നാഷണൽ പാർക്കിലാണ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോസിൻ്റെ പോപ്പുലേഷൻ 46 2025 എത്തിയപ്പോൾ 51 ആയത്. ഓക്കെ, നമുക്ക് മേജർ ആയിട്ടുള്ള ടൈഗർ റിസർവ്സ് നോക്കാം. ടോട്ടലി ഇന്ത്യയിൽ 58 ടൈഗർ റിസർവ്സ് ആണ് ഉള്ളത്. ഓക്കെ, ടൈഗർ റിസർവ്സ് നിലവിൽ വരുന്നത് പ്രോജക്റ്റ് ടൈഗർ 1973 ഓക്കെ, 1973 പ്രോജക്റ്റ് ടൈഗറിലൂടെയാണ് ടൈഗർ റിസർവ്സ് വരുന്നത്. ആദ്യത്തെ ടൈഗർ റിസർവ് നമ്മുടെ ജിം കോർബറ്റ്, ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ആദ്യത്തെ ടൈഗർ റിസർവായി മാറുന്നത്. അത് April 1, 1973 തന്നെയാണ്. ഇനി മധ്യപ്രദേശിലെ ടൈഗർ റിസർവ്സ് നോക്കാം. മധ്യപ്രദേശിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവ്സ് ഉള്ളത്, 9 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ കൻഹ, പെഞ്ച്, ബാന്ധവ്ഗഡ്, പന്ന, സത്പുര, സഞ്ജയ് ദുബ്രി, വീരാങ്കണ ദുർഗാവതി, രത്തപാണി ആൻഡ് മാധവ്. ഓക്കെ, മാധവ് ടൈഗർ റിസർവ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് വന്ന ടൈഗർ റിസർവ്. സോ രത്തപാണി ആണെങ്കിൽ 57th. മാധവ് ടൈഗർ റിസർവിന് തൊട്ട് മുന്നേ വന്ന ടൈഗർ റിസർവാണ് രത്തപാണി ടൈഗർ റിസർവ്. സോ 57th 58th മധ്യപ്രദേശിലാണ്. ഇനി മഹാരാഷ്ട്രയിൽ നോക്കുകയാണെങ്കിൽ 6 എണ്ണമാണ് ഉള്ളത്. മേൽഘട്ട്, തഡോബ അന്ധേരി, പെഞ്ച്, സഹയാദ്രി, നവഗാവോൺ, നഗ്സിര, ബോർ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പെഞ്ച് നമ്മുടെ മഹാരാഷ്ട്രയിലും ഉണ്ട്, അതുപോലെ തന്നെ മധ്യപ്രദേശിലുണ്ട്. അപ്പോൾ യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തിൽ ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ കാണാറുള്ളൂ. ഇഫ് നമുക്ക് രണ്ടും ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ മധ്യപ്രദേശ് ഉത്തരമായിട്ട് എഴുതിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ പെഞ്ചിൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥലം കിടക്കുന്നത് മധ്യപ്രദേശിലാണ്. സോ ഉത്തരം മധ്യപ്രദേശ് ആയിരിക്കും. ഇനി കർണാടക നോക്കുവാണെങ്കിൽ 5 ടൈഗർ റിസർവ്സ് ആണുള്ളത്. ബന്ദിപ്പൂർ, ഭദ്ര കാളി, കാളിയുടെ മറ്റൊരു പേരാണ് ദണ്ഡേലി അൻഷി, ദെൻ നാഗർഹോൾ, ബിൽഗിരി രംഗനാഥ ടെമ്പിൾ. ഇതിൽ നാഗർഹോളും ബന്ദിപ്പൂറൊക്കെ ഫേമസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ബാക്കിയുള്ളതൊന്നും നോക്കി വെക്കണം. ഭദ്രകാളി, ബിൽഗിരി രംഗനാഥ ടെമ്പിൾ. ഇനി തമിഴ്നാട് നോക്കുകയാണെങ്കിൽ അവിടെയും 5 ടൈഗർ റിസർവ്സ് ആണുള്ളത്. കലക്കാട്, മുണ്ടൻതുറൈ, ആനമലൈ, മുതുമലൈ, സത്യമംഗലം, ശ്രീ വില്ലിപുത്തൂർ, മേഘമലൈ. ഈ തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ്സിൻ്റെ പേരുകൾ നോക്കി നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എല്ലാവരും റായ്, ഐ അല്ലെങ്കിൽ ഐയിലാണ് അവസാനിക്കുന്നത്. മുതുമലൈ, ആനമലൈ, മേഘമലൈ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവസാനിക്കുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് തമിഴ്നാട്ടിലായിരിക്കും. ഇനി രാജസ്ഥാനിൽ നോക്കുവാണെങ്കിൽ 5 ടൈഗർ റിസർവുകളാണുള്ളത്. രണതംബോർ, സരിസ്ക, മുകുന്ദ്ര ഹിൽസ്, രാംഘട്ട് വിഷ്ദാരി, ധോലാപൂർ, കറൗളി. ഓക്കെ, രണതംബൂറൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഈ രണതംബൂറൊക്കെ. ഓക്കെ, ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി ആസാമിൽ നോക്കുവാണെങ്കിൽ 4 ടൈഗർ റിസർവ്സ് ആണുള്ളത്. അതാണ് മാനസ്, നമേരി, കാസിരംഗ ആൻഡ് ഒറാങ്. ഇത് പഠിക്കാനുള്ളൊരു ഈസി മെത്തേഡാണ് KLMNO. ഓക്കെ, KLMNO. ഇതിൽ കെ എന്ന് പറയുന്നത് കാസിരംഗയാണ്, എല്ലിൻ്റെ ആവശ്യമില്ല, എല്ല് സ്കിപ്പ് ചെയ്താൽ മതി. എം മാനസ്, എൻ നമേരി ആൻഡ് ഒ ഒറാങ്. ഈ ഒരു കോഡിലൂടെ നമുക്ക് ആസാമിലെ ടൈഗർ റിസർവ്സ് പഠിച്ചു വയ്ക്കാം. ഛത്തീസ്ഗഡ് നോക്കുവാണെങ്കിൽ അവിടെയും 4 ടൈഗർ റിസർവ്സ് ആണ് വരുന്നത്. ഇന്ദ്രാവതി, ഉദാന്തി സീതാനദി, അച്ചൻ കമാർ, ഗുരു ഘാസിദാസ് തുമാർ പിംഗ്ല. ഓക്കെ, ഉത്തർപ്രദേശിൽ എഗെയിൻ 4 എണ്ണമാണ്. ദുധുവ നാഷണൽ പാർക്ക്, നമ്മളിപ്പോൾ പഠിച്ച ദുധുവ നാഷണൽ പാർക്ക്, ഗ്രേറ്റർ വൺ ഹോൺ റൈനോസിൻ്റെ എണ്ണം 2023 46 നിന്ന് 2025 ആയപ്പോഴത്തേക്കും 51 ഇൻക്രീസ് ആയ ആ ടൈഗർ റിസർവാണ് ദുധുവ ടൈഗർ റിസർവ്. പിന്നെ അവിടെ ഉള്ളത് ഫിൽബിത്ത്, റാണിപ്പൂർ,
അമനാഘട്ട് റീജിയൻ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ബഫർ ഓഫ് കോർബറ്റിലാണ്. അതായത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ ബഫർ സോണിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അരുണാചൽ പ്രദേശ് എടുക്കുവാണെങ്കിൽ അവിടെ 3 എണ്ണമാണ്, നംദബ, പക്കെ, കംലാങ്. ഉത്തരാഖണ്ഡ് എടുക്കുകയാണെങ്കിൽ 2 എണ്ണമാണ്, ജിം കോർബറ്റും രാജാജിയും. ജിം കോർബറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ടൈഗർ റിസർവ് ആണ്. പ്രോജക്റ്റ് ടൈഗറിലൂടെ 1973 ഏപ്രിൽ 1 ജിം കോർബറ്റ് നിലവിൽ വരുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിൽ 2 ടൈഗർ റിസർവ്സ് ആണുള്ളത്, സുന്ദർബൻസും ബക്സയും. സുന്ദർബൻസ് പഠിക്കാൻ എളുപ്പമാണ്, ദെൻ ബക്സ കൂടി ഓർത്ത് വയ്ക്കുക. ഒഡീഷയിൽ എഗെയിൻ 2 എണ്ണമാണ്, സിംലിപാല്, സത്കോസിയ. തെലങ്കാനയിലും 2 എണ്ണമാണ്, കവാൽ, അമ്രബാദ്. കേരളം നോക്കുവാണെങ്കിൽ നമുക്കറിയാവുന്ന പെരിയാറും പറമ്പിക്കുളവും. ദെൻ ആന്ധ്രാപ്രദേശിൽ ഒരെണ്ണേ ഉള്ളൂ, നാഗാർജുന സാഗർ ശ്രീശൈലം. ഈ നാഗാർജുന സാഗർ ശ്രീശൈലം ആക്ച്വലി ഇപ്പം ഇതാണ് ഇന്ത്യയെങ്കിൽ നമ്മുടെ കൃഷ്ണ നദി ഇവിടെ നിന്ന് ഇങ്ങനെ ആന്ധ്രാപ്രദേശിലൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകും. ഇതിൽ ആന്ധ്രയിലേക്ക് കൃഷ്ണ കയറുന്ന ആ ഒരു സ്ഥലത്തുള്ള ഫസ്റ്റ് ഡാമാണ് നാഗാർജുന സാഗർ ഡാം. ദെൻ സെക്കൻഡ് നാഗാർജുന കഴിഞ്ഞ് വരുന്ന ഒരു സെക്കൻഡ് ഡാമാണ്. ഇത് രണ്ടും കൃഷ്ണ നദിയിലുള്ള ഡാമാണ്. അതാണ് ശ്രീശൈലം ഡാം. നാഗാർജുന സാഗർ ഡാമും ഉണ്ട്, ശ്രീശൈലം ഡാമും ഉണ്ട് അവിടെ. ഈ നാഗാർജുന സാഗർ ശ്രീശൈലം ഒരു ആന്ധ്രാപ്രദേശിലെ ടൈഗർ റിസർവ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇനി ബീഹാറിലുള്ളൊരു ഒരേ ഒരു ടൈഗർ റിസർവാണ് വാൽമീകി ടൈഗർ റിസർവ്. ജാർഖണ്ഡിൽ പലമാവു ആൻഡ് മിസോറാമിൽ ദാംബ. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടൈഗർ റിസർവുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 56th ടൈഗർ റിസർവാണ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല. ഇത് ഛത്തീസ്ഗഡിൽ 2024 വന്ന ടൈഗർ റിസർവാണ്. 57th നമ്മൾ നേരത്തെ പറഞ്ഞു രതപാണി ടൈഗർ റിസർവ് മധ്യപ്രദേശ്, അതും എഗെയിൻ 2024. ലേറ്റസ്റ്റ് 58th ആണ് മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശിൽ 2025. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, 58th ഓർത്ത് വെച്ചിരിക്കുക എന്തായാലും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ എക്സസൈസ് കഞ്ചാർ 12 conducted in March 2025 is or are correct? Current affairs again ഒരു ക്വസ്റ്റ്യൻ ആണ്. The exercise was held in Ladakh region. ഓക്കെ, നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ലഡാക്ക് റീജിയനിലല്ല നടന്നത്, ഇത് നടന്നത് കൈർഗിസ്ഥാനിലാണ്. ഓക്കെ, കഞ്ചാർ 12 എന്ന് പറയുന്നത് ഇന്ത്യയും കൈർഗിസ്ഥാനും തമ്മിലുള്ളൊരു ബൈലാറ്ററൽ എക്സസൈസ് ആണ്. മാർച്ച് 2025 ഇത് കൈർഗിസ്ഥാനിൽ വെച്ച് തന്നെയാണ് നടന്നത്. The exercise was focused on counter terrorism and special forces operation. The exercise involved troops from Parachute Regiment, Special Force of India and കൈറിസ്ഥാൻ സ്കോർപ്പിയൻ ബ്രിഗേഡ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ 2ഉം 3ഉം കറക്റ്റാണ്. അതായത് ഇത് കൗണ്ടർ ടെററിസത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു ഇന്ത്യയും കൈർഗിസ്ഥാനും തമ്മിലുള്ള. ഇതിൽ പങ്കെടുത്തത് ഇന്ത്യയിൽ നിന്ന് പാരച്യൂട്ട് റെജിമെൻറ്റ് സ്പെഷ്യൽ ഫോഴ്സും കൈർഗിസ്ഥാനിൽ നിന്ന് സ്കോർപ്പിയൻ ബ്രിഗേഡുമാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി എക്സസൈസുകൾ നമുക്ക് നോക്കാം. മിലൻ 2026 ഫെബ്രുവരി 2026 നടന്നത്. അത് 55 നേഷൻസ് പങ്കെടുക്കുന്ന ഒരു മൾട്ടിലാറ്ററൽ എക്സസൈസ് ആണ്, നേവൽ എക്സസൈസ് ആണ്. വിശാഖപട്ടണം കോസ്റ്റിലാണ് നടക്കുന്നത്. വിശാഖപട്ടണം കോസ്റ്റ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചായിരുന്നു. നമ്മുടെ ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് പോർട്ടാണ് വിശാഖപട്ടണം പോർട്ട്. അവിടെയുള്ള വിശാഖപട്ടണം കോസ്റ്റിലാണ് എന്ത് നടന്നത്, മിലൻ 2026 നടന്നത്. ഈ എക്സസൈസിൻ്റെ ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവും ക്ലോസിംഗ് സെറമണിയും നടന്നത് INS നമ്മുടെ ഇന്ത്യയുടെ INS വിക്രാന്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ലാമൈറ്റി 2026 മാർച്ച് 2026 നടന്നത്. ലാമൈറ്റി ഇന്ത്യയും സെയ്ച്ചൽസും തമ്മിലുള്ളൊരു ബയലാറ്ററൽ എക്സസൈസ് ആണ്. ഇതിൽ ആർമിയും നേവിയും പങ്കെടുത്തു. ഓക്കെ, സെയ്ച്ചൽസ് ഡിഫൻസ് അക്കാഡമിയാണ് എന്ത് ചെയ്തത്, സെയ്ച്ചൽസിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട് പങ്കെടുത്തത്. ഇനി വായുശക്തി 2026 ഫെബ്രുവരി 2026 നടന്നൊരു എക്സസൈസ് ആണ്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ഒരു ഡൊമസ്റ്റിക്, മറ്റ് രാജ്യങ്ങളൊന്നുമില്ല, ഡൊമസ്റ്റിക് എക്സസൈസ് ആണ്. ഇത് നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ 120+ അസറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫയർ പവർ ഡെമോൺസ്ട്രേഷനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡിജിനസ് വെപ്പൺസിൻ്റെ ഷോക്കേസിങ്ങും ദെൻ റാഫേൽ തേജസ് പോലുള്ള ഫൈറ്റർ ജെറ്റ്സിൻ്റെ പെർഫോമൻസും നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വായുശക്തി 2026. നെക്സ്റ്റ് ഡെസേർട്ട് നൈറ്റ് 2026 ജാനുവരി 2026 നടക്കുന്നത്. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ഫ്രാൻസ്, UAE. ഇതൊരു ട്രൈലാറ്ററൽ കോമ്പാറ്റ് എക്സസൈസ് ആണ്. അതുകൊണ്ടാണ് ഇന്ത്യയും ഫ്രാൻസും 3 രാജ്യങ്ങൾ, ഇന്ത്യ, ഫ്രാൻസ്, UAE എയർഫോഴ്സ് എക്സസൈസ് ആണ്. ഇതിൽ പങ്കെടുത്ത ഫൈറ്റർ ജെറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സുഖോയ് 30 Mark 1, ദെൻ റാഫേൽ ആൻഡ് F-16 എയർക്രാഫ്റ്റ്സ്. അജയ് വാരിയർ 2025 നവംബർ 2025 നടന്നതാണ്. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും ചേർന്ന് ഉള്ളൊരു ബൈലാറ്ററൽ എക്സസൈസ് ആണ് അജയ വാരിയർ 2025. ഇതിൽ പങ്കെടുക്കുന്നത് ആർമിയാണ്. ഓക്കെ,
ദെൻ ഇത് നടന്നത് രാജസ്ഥാനിലാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സെമി അർബൻ ആൻഡ് അർബൻ എൻവയോൺമെൻറ്റിലുള്ള മിലിറ്ററിയുടെ ഇൻ്റർ ഓപ്പറബിലിറ്റിയാണ്. നമ്മുടെ മിലിറ്ററിയുടെ ആർമിയുടെ എഫിഷ്യൻസി ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസിൽ നോക്കിയത്. ഓക്കെ, അജയ വാരിയർ, ഇന്ത്യ, UK ഓർത്ത് വെച്ചോളുക. മലബാർ 2025 നവംബർ 2025 നടന്ന എക്സസൈസാണ്. ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങൾ കോഡ് കൺട്രീസ് എന്ന് പറയും. കോഡ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഇന്ത്യയും USA, ജപ്പാനും ഓസ്ട്രേലിയയാണ് കോഡ് കൺട്രീസ്. ഓക്കെ, ഇതിൽ പങ്കെടുത്ത ഇതൊരു നേവൽ എക്സസൈസ് ആണ്. മലബാർ എന്ന് പറയുന്നത് നേവൽ എക്സസൈസ് ആണ്. നടന്നത് നോർത്തേൺ പസഫിക്കിലെ ഗുവാമിൽ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് മിത്രശക്തി 2025. അതും എഗെയിൻ നവംബർ 2025 നടന്നത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എക്സസൈസ് ആണ് മിത്രശക്തി. ആർമിയാണ് പങ്കെടുത്തത്. കർണാടകയിലെ ബെൽഗാവിൽ വെച്ചിട്ടാണ് ഈ എക്സസൈസ് നടക്കുന്നത്. ഇതും ഫോക്കസ് ചെയ്ത് നമ്മുടെ കഞ്ചാർ 12 എക്സസൈസ്, ഇന്ത്യയും കൈർഗിസ്ഥാനും തമ്മിലുള്ള കഞ്ചാർ 12 എക്സസൈസ് പോലെ തന്നെ കൗണ്ടർ ടെററിസത്തിനെയും അതുപോലെ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസുമാണ് നമ്മുടെ മിത്രശക്തിയും ഫോക്കസ് ചെയ്തിരുന്നത്. ഇതിന് അടുത്തൊരു എക്സസൈസാണ് കൊങ്കൺ 2025. ഒക്ടോബർ 2025 നടന്ന ഒരു എക്സസൈസാണ്. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തന്നെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇതൊരു നേവൽ എക്സസൈസ് ആണ്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അജയ വാരിയറിൽ ഇന്ത്യയും UKയും തമ്മിലുള്ള ആർമി ആയിരുന്നു. ഇവിടെ കൊങ്കൺ 2025 ഇന്ത്യയും UKയും തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ്. ഇത് നടന്നത് അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് സത്പുര റേഞ്ച്? സത്പുര റേഞ്ചിലെ ഹയസ്റ്റ് പോയിന്റ് ഏതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. റേഞ്ചസിലെ ഹയസ്റ്റ് പീക്കും ഒക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആണ് കാരക്കോരം റേഞ്ച്. കാരക്കോരം റേഞ്ച് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും അതിനൊരു പേരുണ്ട്. ഓക്കെ, മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇതിൻ്റെ എലിവേഷൻ വന്നിട്ട് 8611 മീറ്റർ, 8611 മീറ്റർ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ ലഡാക്കിലെ ഗിൽഗിത് ബലിസ്ഥാനാണ്. ഓക്കെ, ഈ ഗിൽഗിത് ബലിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പാസസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ റീജിയനിൽ, ഇത് നമ്മുടെ ജമ്മു കാശ്മീർ റീജിയൻ ആണെങ്കിൽ ഇവിടെ ഗിൽഗിത് ബലിസ്ഥാനുണ്ട്, ഇവിടെ വന്നിട്ട് കാശ്മീർ ഉണ്ട്, ഇവിടെ ലേ ഉണ്ട്, ലേ ലഡാക്ക് ലേ ഉണ്ട്. ദെൻ ഇവിടെ നമ്മുടെ ഇവിടെ കാശ്മീർ, ദെൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ശ്രീനഗർ ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ ജമ്മു ഉണ്ട്. ഇതിൽ കാശ്മീറും ഗിൽഗിത് ബലിസ്ഥാനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ബുർസിൽ പാസ്. ഓക്കെ, ബുർസിൽ പാസ്. ഇനി ഈ ഗിൽഗിത് ഈ കാശ്മീറും ഗിൽഗിത് ബലിസ്ഥാനും ബുർസിൽ പാസ്, കാശ്മീറും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സോജില പാസ്. സോജില എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് പാസസ് പഠിക്കുമ്പോൾ. സോജില പാസ് കാശ്മീറും ആൻഡ് ലേ ലഡാക്കും തമ്മിൽ. ഇനി നോക്കുവാണെങ്കിൽ നമ്മുടെ ശ്രീനഗറും ജമ്മുവും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസസുകളാണ് രണ്ടെണ്ണം ഉണ്ട്. ബനിഹൽ പാസും പീർ പഞ്ചൽ പാസും. ഓക്കെ, ബനിഹൽ ദെൻ പീർ പഞ്ചൽ. ഇതൊന്ന് ഓർത്ത് വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ റേഞ്ചാണ് ഹിമാലയൻ റേഞ്ച്. ഹിമാലയൻ റേഞ്ചിൽ ഇന്ത്യയിൽ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8586 മീറ്റർ, 8586 മീറ്ററാണ് എലിവേഷൻ. വെസ്റ്റേൺ ഗഡ്സിൽ ആണെങ്കിൽ ആനമുടി, നമ്മുടെ കേരളത്തിലെ ആനമുടിയാണ് ഹയസ്റ്റ് പീക്ക്, 2695 മീറ്റർ. ഈസ്റ്റേൺ ഗഡ്സ് നോക്കുവാണെങ്കിൽ ജിന്ദാഗഡ് പീക്കാണ്, 1690 മീറ്ററാണ് ജിന്ദാഗഡ് പീക്കിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം ഈ ഈസ്റ്റേൺ ഗഡ്സ് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഈസ്റ്റേൺ ഗഡ്സ് പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ ഈ ഈസ്റ്റേൺ ഗഡ്സ് ഇങ്ങനെ പോകുന്നതിൻ്റെ ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേൺ പെനിൻസുലർ പ്ലാറ്റ്യൂവിൻ്റെ ഈസ്റ്റേൺ പോർഷനിലുള്ള റേഞ്ചസ് ആണ്. സോ ഈ ഈസ്റ്റേൺ ഗഡ്സിൽ ഒരുപാട് ഹിൽസ് ഉണ്ട്. ഈ ഹിൽസ് ഓർഡറിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിലൂടെ തീർന്ന് തമിഴ്നാട് ഇങ്ങനെ വരുന്നു വെച്ചോ. ആന്ധ്രാപ്രദേശ് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെയാണ് നല്ലകൊണ്ട, വേണുകൊണ്ട, പാൽക്കൊണ്ട. ദെൻ പാൽക്കൊണ്ട കഴിഞ്ഞാൽ വരുന്നതാണ് നഗാരി എന്ന് പറയുന്ന ഏറെക്കുറെ ഇവിടെ ആയിട്ട് വരും, വരച്ചപ്പോൾ ഇവിടെ ആയിപ്പോയതാണ്. നല്ലകൊണ്ട, പാൽക്കൊണ്ട, വേണുകൊണ്ട, നഗാരി എന്ന് പറയുന്നത് തമിഴ്നാടും ആന്ധ്രയും കൂടെ ചേരുന്ന ആ ഒരു ഏരിയയിലാണ് വരുന്നത്. ഈ 4 ഇവിടെ വരും. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ജാവടി,
ഷെവറോയി, ദെൻ പഞ്ചമലൈ, സിരുമലൈ, പളനി. ഇത്രയും ഹിൽസ് നമ്മൾ നോക്കി വെച്ചോളണം. ഓക്കെ. ആന്ധ്രയിൽ നല്ലമല, വേണുകൊണ്ട, പാൽക്കൊണ്ട, ദെൻ ഇതില്ലേ, ഇത് മാച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓക്കെ. ആദ്യത്തേതെന്ന് വെച്ചാൽ നല്ലമല, പാൽക്കൊണ്ട, നല്ലമല, വേണുകൊണ്ട, പാൽക്കൊണ്ട, ദെൻ ഇവിടെ നഗരൈ, ദെൻ വരുന്ന അടുത്തതാണ് ജാവടി, ഷെവറോയ്, പഞ്ചമലൈ, സിരിമലൈ ആൻഡ് പളനി ഹിൽസ്. ഓക്കെ. ഇനി ഈസ്റ്റേൺ ഘട്ട്സിലെ ഹയസ്റ്റ് പീക്ക് നമ്മൾ പഠിച്ചു 1690 മീറ്ററുള്ള ജിന്ദാഘട്ട്. ആരവല്ലി റേഞ്ചിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ഗുരുഷിക്കാർ വരുന്നത് മൗണ്ട് അബൂലാണ് ഗുരുഷിക്കാർ. എലിവേഷൻ വന്നിട്ട് 1722 മീറ്റർ, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സത്പുര റേഞ്ച് നോക്കുവാണെങ്കിൽ സത്പുര റേഞ്ചിൻ്റെ ഹയസ്റ്റ് പീക്കാണ് ധൂപ് കട്ട്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. 1352 മീറ്ററാണ് ധൂപ് കട്ടിൻ്റെ എലിവേഷൻ. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിന്ധ്യ റേഞ്ചസ് നോക്കുകയാണെങ്കിൽ സദ്ഭാവന ഷിക്കാറാണ് ഹയസ്റ്റ് പീക്ക്, 782 മീറ്ററാണ് എലിവേഷൻ. ആൻഡ് ഇതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിൽ തന്നെയാണ്. ഈ സദ്ഭാവന ഷിക്കാറിന് മറ്റൊരു പേരുണ്ട്, പീക്ക് ഓഫ് ഗുഡ്വിൽ എന്നും എന്തറിയപ്പെടുന്നു? സദ്ഭാവന ഷിക്കാർ അറിയപ്പെടുന്നുണ്ട്, പീക്ക് ഓഫ് ഗുഡ്വിൽ ആണ്. ഓക്കെ. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് സത്പുര റേഞ്ച് ഏതാണ്? നമ്മുടെ ധൂപ് കട്ടാണ്. ഓക്കെ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ NVS-02 സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഇൻ 2025? കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ചോദ്യമാണ്. NVS-02 സാറ്റലൈറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കുമ്പം NVS സ്റ്റാൻഡ്സ് ഫോർ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. നമുക്ക് നോക്കാം. ഇറ്റ് വിൽ കണ്ടക്ട് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഇൻ സ്പേസ്. ഇറ്റ് വിൽ പ്രൊവൈഡ് വെതർ ഫോർകാസ്റ്റിംഗ് സർവീസസ്. ഇറ്റ് വിൽ പ്രൊവൈഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ടു റൂറൽ ഏരിയാസ്. ഇറ്റ് വിൽ എൻഹാൻസ് India's regional navigation capabilities. The NVS navigation satellite navigation capability. ഇതാണ് ആൻസർ. ഓക്കെ. ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പേസ് മിഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർലിങ്ക് V2 മിനി സ്പേസ് എക്സ് ലോഞ്ച് ചെയ്തതാണ്. സ്റ്റാർലിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് സ്പേസ് എക്സ് നടത്തുന്നൊരു മിഷനാണ്. 10,000 കണക്കിന് ആക്റ്റീവ് സാറ്റലൈറ്റ്സ് ആണ് ഇതുവരെ ഓർബിറ്റിൽ എത്തിയിട്ടുള്ളത്. സോ അടുത്തൊരു മിഷനാണ് നാസയുടെ എസ്കപ്പേഡ് അയച്ചത് ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഗ്ലെൻ എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു ട്വിൻ സ്പേസ് ക്രാഫ്റ്റ് മിഷനാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാർസിലെ അറ്റ്മോസ്ഫിയറിൽ സോളാർ വിൻഡ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ അതിൻ്റെ എഫക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എസ്കപ്പേഡ് മിഷൻ. ഓക്കെ. ദെൻ ഇസ്രോ നവംബറിൽ അയച്ചൊരു മിഷനാണ് CMS-02. CMS എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്, ഫുൾ ഫോം. ഇത് LV-M3 M5 ലോഞ്ച് വെഹിക്കിളിലൂടെയാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ദെൻ ഇത് നമ്മുടെ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ കവറേജ് ഓവർ ദ ഇന്ത്യൻ മെയിൻലാൻഡ് ആൻഡ് ഐലൻഡ് ടെറിട്ടറീസ്. ഇന്ത്യൻ മെയിൻലാൻഡും ഐലൻഡ് ടെറിട്ടറീസ് തമ്മിലുള്ള ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ കവറേജിന് വേണ്ടിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 03 അയച്ചിരിക്കുന്നത്. ദെൻ ജപ്പാൻ്റെ സ്പേസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള JAXA ലോഞ്ച് ചെയ്തൊരു സാറ്റലൈറ്റാണ് HTV-X1 എന്ന് പറയുന്നത്, ഒക്ടോബർ 26, 2025. ഓക്കെ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മനുഷ്യരില്ലാത്ത ഒരു സ്പേസ് ക്രാഫ്റ്റാണ് അയച്ചേക്കുന്നത്. അത് ജപ്പാൻ്റെ ആദ്യത്തെ അൺമാൻഡ് അല്ലെങ്കിൽ അൺക്രൂഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റാണ് HTV-X1. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ക്രൂസിൻ്റെ ഇത് കുറച്ചിട്ട് അതിൽ കൂടെ നമ്മുടെ കാർഗോ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മിഷനാണ്. ദെൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ഡിസംബർ 5, 2024 വിക്ഷേപിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ 150 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ജൈൻറ്റ് സ്പേസ് ടെലസ്കോപ്പ്, സണ്ണിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജൈൻറ്റ് സ്പേസ് ടെലസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ്ങിലൂടെ ഒരുമിച്ച് പറന്നുകൊണ്ടാണ് ആ ഒരു ടെലസ്കോപ്പ് ഉണ്ടാവുന്നത്. ഒരുമിച്ച് പറന്നുകൊണ്ട് ഒരു ടെലസ്കോപ്പ് ഫോം ആവുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രോബ 3. ഈ സ്പാഡക്സ് ഇസ്രോ അയച്ച ഡിസംബർ 30, 2024 മിഷനാണ്. അത് നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ സ്പേസ് ഡോക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ സ്പാഡക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സെലസ്റ്റോ ലിയോ PNT അഗൈൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു മിഷനാണ്. ലിയോ PNT എന്ന് വെച്ചാൽ
ലോവർ എർത്ത് ഓർബിറ്റ്, പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ ടൈമിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ ടൈമിങ്ങിനുള്ളൊരു 10 സാറ്റലൈറ്റ് ഉള്ളൊരു കോൺസ്റ്റലേഷനാണ്. ഓക്കെ, ലോവർ എർത്ത് ഓർബിറ്റിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് അയച്ചത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോറസ്റ്റ് ആർ പ്രിഡോമിനൻ്റ്ലി ഫൗണ്ട് ഇൻ ഏരിയാസ് റിസീവിംഗ് ആനുവൽ റെയിൻഫോൾ ബിറ്റ്വീൻ 100 സെൻറ്റിമീറ്റർ ആൻഡ് 200 സെൻറ്റിമീറ്റർ ഇൻ ഇന്ത്യ? 100 സെൻറ്റിമീറ്ററും 200 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് റെയിൻഫാൾ കിട്ടുന്ന സ്ഥലത്തുള്ള ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഏതാണെന്നാണ് ഒരു ജോഗ്രഫിയിലെ ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ആണെങ്കിൽ ആനുവൽ റെയിൻഫാൾ ഗ്രേറ്റർ ദാൻ 250 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് കാണപ്പെടുന്നത് ഇപ്പം നമ്മൾ അഗെയിൻ ഞാൻ ഇന്ത്യ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യ ആണ് എങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ മലകൾ, വെസ്റ്റേൺ ഗട്ട്സിലും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ആൻഡമാൻ നിക്കോബാറിലൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ 250 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ആനുവൽ റെയിൻഫാൾ ഉള്ള ഫോറസ്റ്റാണ്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങളാണ് മഹാഗണി, എബണി, റോസ് വുഡ്, ബാംബു, ചിഞ്ചോണ എന്ന് പറയുന്ന മരമുണ്ട്. ചിഞ്ചോണ മരം ഇതൊക്കെ കാണപ്പെടുന്നു. ദെൻ അടുത്ത ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആണെങ്കിൽ അവിടെ 200 to 250 സെൻറ്റിമീറ്റർ ആണ് ആനുവൽ റെയിൻഫാൾ. ഇത് കാണപ്പെടുന്ന വെസ്റ്റേൺ കോസ്റ്റ് ആണ്. വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇപ്പുറത്തായിട്ട് വരും. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നമ്മുടെ കേരളം, ഗോവയൊക്കെ വരുന്നത് ഈ ഒരു ട്രോപ്പിക്കൽ സെമി എവർഗ്രീനിലാണ്. 200 to 250 സെൻറ്റിമീറ്റർ ആണ് റെയിൻഫാൾ. പിന്നെ വരുന്നത് ഒഡീഷയിൽ കാണപ്പെടുന്നുണ്ട്, ഒഡീഷ റീജിയൻസിൽ. ദെൻ ബീഹാർ റീജിയൻസിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ജാർഖണ്ഡ് റീജിയനിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങളാണ് അത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആയിരുന്നു, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ വരുന്നുണ്ട്, ദെൻ ഒഡീഷയിൽ വരുന്നുണ്ട്, ദെൻ ഈസ്റ്റേൺ ഹിമാലയസിലാണ് വരുന്നത്. ഈസ്റ്റേൺ ഹിമാലയസ്, ഇത് തെറ്റാണ്, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഈസ്റ്റേൺ ഹിമാലയസിലാണ് വരുന്നത്, വെസ്റ്റേൺ കോസ്റ്റിൽ, ഒഡീഷയിൽ, ദെൻ ഈസ്റ്റേൺ ഹിമാലയാസിൽ. ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങളാണ് വൈറ്റ് സെഡാർ, ഹോളോക്ക്, കെയിൽ. ഓക്കെ, നമ്മുടെ കേരളമൊക്കെ ഇതിൽ തന്നെയാണ് പെടുന്നത്. വൈറ്റ് സെഡാർ, ഹോളോക്ക്, കെയിലാണ് പ്രധാനപ്പെട്ട മരങ്ങൾ. ഇനി ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് 100 സെൻറ്റിമീറ്റർ 200 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 100 സെൻറ്റിമീറ്റർ to 200 സെൻറ്റിമീറ്റർ ആണ് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിലെ റെയിൻഫാൾ. ഇത് കാണപ്പെടുന്നത് ഛത്തീസ്ഗഡ്, ഒഡീഷ, പറയുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് റീജിയണിൽ, ഇവിടെ ഛത്തീസ്ഗഡ് റീജിയണിൽ, ഒഡീഷ റീജിയണിൽ എഗെയിൻ വരുന്നുണ്ട്, ദെൻ ബീഹാറിൽ, ജാർഖണ്ഡിൽ. ഈ ഒരു റീജിയൻസിലാണ് എന്ത് കാണപ്പെടുന്നത്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങളാണ് തേക്ക്, ടീക്ക്, ദെൻ സാല്, ശിശം, അംലയൊക്കെ ഉണ്ടാവും. ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെയാണ് റെയിൻഫാൾ അവിടെ കിട്ടുന്നത്. അത് ഉത്തർപ്രദേശ് പ്ലെയിൻസിൽ, ദെൻ ബീഹാറിൽ, അതുപോലെ തന്നെ സെൻട്രൽ ഡെക്കാൻ, നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂവിലെ സെൻട്രൽ ഡെക്കാൻ ഏരിയയിൽ. പെനിൻസുലർ പ്ലാറ്റ്യൂ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നർമ്മദയുടെ താഴേക്കുള്ളതിനെ നമ്മൾ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്നും മുകളിലേക്കുള്ളതിനെ സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും. അതിന് മേളിലാണ് നോർത്തേൺ പ്ലെയിൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്ലെയിൻസ് ഓഫ് യു പിയിൽ വരുന്നുണ്ട്, ബീഹാറിൽ വരുന്നുണ്ട്, സെൻട്രൽ ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട മരങ്ങളാണ് തെന്തു, പലാസ്, അമൽത്താസ്, ബേല്, ഖൈർ, നീം, സാൻഡൽവുഡ്. ഓക്കെ, ഇനി ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ റെയിൻഫാൾ. രാജസ്ഥാൻ, ഗുജറാത്ത് ഈ റീജിയണിൽ, ദെൻ പഞ്ചാബ്, ഹരിയാന ഈ റീജിയണിലൊക്കെയാണ് നമ്മൾ ട്രോപ്പിക്കൽ തോൺ. നമ്മുടെ താർ ഡെസേർട്ട് തന്നെയാണ്. താർ ഡെസേർട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ടെന്ന് വെച്ചാൽ അത് ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന ഈ 4 സ്റ്റേറ്റിലാണ് താർ ഡെസേർട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അവിടുത്തെ മരങ്ങളാണ് അക്കേഷ്യ, ബബൂൽ, കെജിരി, കാക്ടസ് ഒക്കെ. ഓക്കെ, ഇനി മൗണ്ടൈൻ ഫോറസ്റ്റിൻ്റെ ആനുവൽ റെയിൻഫാൾ എന്ത് ചെയ്യും? ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് വേരി ചെയ്യും. അതുപോലെ തന്നെ മൗണ്ടൈൻ ഫോറസ്റ്റ് കാണപ്പെടുന്ന ഹിമാലയാസിൽ, നീൽഗിരീസിൽ, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഹിമാലയ, നീൽഗിരി, വിന്ധ്യ, സത്പുര ഈ റീജിയനിലൊക്കെയാണ്. നീൽഗിരി, ഹിമാലയ, വിന്ധ്യ, സത്പുര റീജിയനിലൊക്കെയാണ്, സത്പുരയിലെ വിന്ധ്യ റീജിയനിലൊക്കെയാണ് മൗണ്ടൈൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഇവിടുത്തെ മേജർ ട്രീ സ്പീഷീസ് ആണ് പൈന്, ഡിയോഡാർ, ഓക്ക്, റോഡോഡെൻഡ്രൺ. ദെൻ ലിറ്ററൽ ആൻഡ് സോംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് മാർഷി ഏരിയാസ് ആണ്, നമ്മുടെ സുന്ദർബൻ ഏരിയകൾ. ഓക്കെ, സുന്ദർബൻ ഏരിയ. അതുപോലെ തന്നെ മഹാനദിയുടെ ഡെൽറ്റകൾ, കൃഷ്ണ ഡെൽറ്റകൾ,
ഈ ഈസ്റ്റ് ഫ്ലോയിങ് നദികളെല്ലാം ഡെൽറ്റയാണ് മേയ്ക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് ഫ്ലോയിങ് നദികളെല്ലാം മേയ്ക്കുന്നത് എസ്റ്റുറീസ് എന്ന് പറയും. എസ്റ്റുറീസ് എന്ന് വെച്ചാൽ അഴിമുഖങ്ങൾ. അതുകൊണ്ടാണ് ഈ വെസ്റ്റ് കോസ്റ്റ് എപ്പോഴും നമ്മുടെ ഷിപ്പിങ്ങിന് ബെറ്റർ. ഈസ്റ്റ് കോസ്റ്റിങ് ഷിപ്പിങ്ങിന് അത്ര ബെറ്റർ അല്ല. ഓക്കെ, ലിറ്ററൽ സാംസിൽ കാണപ്പെടുന്ന മരങ്ങളാണ് സുന്ദരി. സുന്ദരി എന്ന് പറയുന്നൊരു മാംഗ്രൂവിൻ്റെ ടൈപ്പാണ്. ദെൻ റൈസോപ്പോറ, ദെൻ പാംസ്. നമ്മളിവിടുത്തെ ഉത്തരം ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 100 to 200 നമ്മൾ നോക്കി ഏതാണ്? ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. 100 to 200 ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ്. ഇവിടെ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ആണ് നമുക്ക് ഓപ്ഷനുള്ള. സോ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. അക്കോർഡിംഗ് ടു ദ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ ഓഫ് എൻസൈം ആക്ഷൻ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. അതായത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിൽ എൻസൈം ആക്ഷനിൽ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. നമ്മുടെ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് എൻസൈം ആക്ഷൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 തരം മോഡലാണുള്ളത്. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും ലോക്ക് ആൻഡ് കീ മോഡലും. നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇൻഡ്യൂസസ് എ കൺഫോർമേഷണൽ ചേഞ്ച് ദാറ്റ് ഒപ്റ്റിമൈസസ് ദ ആക്റ്റീവ് സൈറ്റ് ഫോർ കാറ്റാലിസിസ്. നമ്മുടെ കാറ്റലിസ് നടക്കേണ്ട ആക്റ്റീവ് സൈറ്റിൽ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് അഥവാ ഒരു എന്താണ് ഷേപ്പ് ചേഞ്ച് ഉണ്ടാവുമെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഇൻഹിബിറ്റ് ദ എൻസൈം ബൈ പെർമനൻ്റ്ലി അൾട്ടറിങ് ദ സ്ട്രക്ചർ. പെർമനൻ്റ്ലി എന്ത് ചെയ്യും? എൻസൈമിൻ്റെ പെർമനൻ്റ്ലി ഈ ഒരു ആക്റ്റീവ് സൈറ്റിൻ്റെ സ്ട്രക്ചർ അൾട്ടർ ചെയ്തുകൊണ്ട് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഒക്കോഴ്സ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ എൻസൈംസ് ആക്റ്റീവ് സൈറ്റ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല, അല്ലാതെ തന്നെ ബൈൻഡിങ് നടക്കും. ലീഡ്സ് ടു ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് സബ്സ്ട്രേറ്റ് വിത്തൗട്ട് ട്രാൻസ്ഫോർമേഷൻ. എന്ത് പറ്റും? സബ്സ്ട്രേറ്റ് പെട്ടെന്ന് തന്നെ റിലീസായി ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. നമുക്ക് നോക്കാം. നമ്മുടെ ലോക്ക് ആൻഡ് കീ മോഡലും ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ലോക്കൽ കീ മോഡൽ കണ്ടുപിടിച്ചത് എമിൽ ഫിഷറാണ് 1894. ദെൻ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ കണ്ടുപിടിച്ചത് ഡാനിയൽ കോസ്റ്റ്ലാൻഡ് ആണ് 1958. ഇനി ലോക്ക് ആൻഡ് കീ മോഡലിൽ ആക്റ്റീവ് സൈറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കും റിജിഡും ആയിരിക്കും. ഇപ്പം നമ്മളൊരു എൻസൈമിനെ ഇങ്ങനെ വരയ്ക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റ്. ഈ ഭാഗമാണ് ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റ്. ഇതിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് ഇതിൽ ഫിറ്റ് ആവാനായിട്ട് വരയണമെന്ന് വെച്ചോ. അന്നേരം ലോക്ക് ആൻഡ് കീ മോഡലിൽ സ്റ്റാറ്റിക്കും റിജിഡും ആണ്. ഇതിൽ ഷേപ്പ് ചേഞ്ച് ഉണ്ടാകത്തില്ല. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിലാണെങ്കിൽ ഫ്ലെക്സിബിളും ഡൈനാമിക്കുമാണ്. ഈ ഷേപ്പ് ഈ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടുള്ള രീതിയിൽ ഇങ്ങനെ മാറിക്കൊടുക്കും. എന്നിട്ട് ഇത് വന്ന് ഇവിടെ ഫിറ്റ് ആവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ബൈൻഡിങ് നോക്കുമ്പോൾ ഫിറ്റ്സ് പെർഫെക്റ്റ്ലി ബിഫോർ കോൺടാക്ട്. ലോക്ക് ആൻഡ് കീ മോഡലിൽ എന്താണ്, കോൺടാക്ട് ആയതിനു ശേഷം എന്ത് സംഭവിക്കത്തില്ല? ഷേപ്പ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കും ലോക്ക് ആൻഡ് കീ മോഡൽ വരുന്നത് തന്നെ. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലാണെങ്കിൽ കോൺടാക്ട് വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഷേപ്പ് മാറിയിട്ട് ഇത് വന്ന് ഫിറ്റ് ആവും. അപ്പോൾ കൺഫർമേഷൻ ചേഞ്ച് അവിടെ ഉണ്ട്. ഇനി ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ ലോക്ക് ആൻഡ് കീ മോഡലിൽ എന്താണ്, ഡസ് നോട്ട് അലൗ ഷേപ്പ് ചേഞ്ച് ഒന്നുമില്ല, സ്റ്റാറ്റിക് റിജിഡ് ആണ്. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിൽ എങ്ങനെയാണ്? അലൗസ് ഫോർ മോൾഡിങ് അറൗണ്ട് ദ സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൽ ഒട്ടിപ്പിടിച്ചതിന് ശേഷം മോൾഡിങ് സംഭവിക്കും സബ്സ്ട്രേറ്റിൻ്റെ അറൗണ്ട് ആയിട്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇൻഡ്യൂസസ് എ കൺഫർമേഷണൽ ചേഞ്ച് ദാറ്റ് ഒപ്റ്റിമൈസസ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് കാറ്റലിസ്. ഇതാണ് ഉത്തരം. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിൽ എന്ത് ചെയ്യും? കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. ബയോളജി എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഉദ്യമി ഭാരത് മുദ്ര യോജന, എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം, SFURTA ആൻഡ് റാംപ് സ്കീംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് സെക്ടർ? ഏത് സെക്ടർ ആണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഉദ്യമി ഭാരത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നൊരു അംബ്രല്ല പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലൂടെ പല സ്കീമുകൾ, റാംപ്, അതുപോലെ CBFT, അതുപോലെ ഇങ്ങനെയുള്ള സ്കീമുകൾ ഈ ഒരു ഉദ്യമി ഭാരത് ഇനിഷ്യേറ്റീവിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ MSMEനെ എംപവർ ചെയ്തെടുക്കും. ഇനി ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? MSMEസിൻ്റെ ട്രസ്റ്റ് വർത്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് വിശ്വാസ് പത്ര എന്ന് പറയും, ട്രസ്റ്റ് വർത്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഗ്ലോബലി MSMEകൾക്ക് കോമ്പീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ, അതാണ് ഉദ്യമി ഭാരത് ഇനിഷ്യേറ്റീവ്. ഇനി മുദ്ര യോജന നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറഞ്ഞാൽ കൊളാട്രൽ ഫ്രീ ലോൺസ് MSMEക്ക് കൊടുക്കുന്ന നോൺ കോർപ്പറേറ്റും നോൺ ഫാം ആയിട്ടുള്ള സ്മാൾ ഓർ മൈക്രോ എൻ്റർപ്രൈസിന് കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ് മുദ്ര യോജന. 10 ലക്ഷം വരെ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇപ്പം ആക്ച്വലി 20 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ തരം ലോണുകൾ നമുക്ക് നോക്കാം. ശിശു 50,000 വരെയുള്ള ലോണാണ് കൊടുക്കുന്നത്. കിഷോർ 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള ലോണ്. തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോണ്.
ദെൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് തരുൺ പ്ലസ്. തരുൺ പ്ലസ് തരുൺ പ്ലസ് 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ECLGS അതെന്ന് പറയുന്നത് COVID-19 പാൻഡമിക്കിൽ പെട്ടുപോയ ബിസിനസ്സുകളെ, ലോക്ക്ഡൗൺ കാരണം പെട്ടുപോയ ബിസിനസ്സുകൾക്ക് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ബാങ്ക്സും NBFCസും പ്രൊവൈഡ് ചെയ്യും. അതിന് കൊളാട്രലൊന്നും ആവശ്യമില്ല, കൊളാട്രലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ജാമ്യമൊന്നും വേണ്ട. സോ ഇങ്ങനെ ബാങ്കും NBFCയും പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഈ ബിസിനസ്സുകാർക്ക്, ഈ MSME ഓണേഴ്സിന് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതായി പോയാലും ബാങ്ക്സിനും NBFCക്കും അത് നഷ്ടപ്പെടത്തില്ല. അതെന്ത് ചെയ്യും? 100% ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യും? ഗ്യാരണ്ടി കവറേജ് ഉള്ളതാണ്. 100% ഗവൺമെൻറ് ബാങ്കിനും NBFCക്കും ആ പൈസ കൊടുത്തോളും. അങ്ങനത്തെ ഒരു സ്കീമാണ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം. റാമ്പ് സ്കീം എന്താണെന്ന് നോക്കിയാൽ റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ് ആണ്. ഇത് റാമ്പ് സ്കീം വേൾഡ് ബാങ്ക് അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ വന്നിട്ട് 6000 കോടിയാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ MSMEയെ സ്ട്രെങ്തൻ ചെയ്യുക, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിലുള്ള MSMEയെ സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഈ MSMEകൾക്ക് മാർക്കറ്റ് ആക്സസ് കൊടുക്കുക, അവർക്ക് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ്, സർക്കുലർ എക്കണോമിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് പരിസ്ഥിതിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്തുള്ള ഇനിഷ്യേറ്റീവ്സ് ചെയ്യുക. അതുപോലെ ഡിലേഡ് പേയ്മെൻറ്റ്സ് വരുവാണെങ്കിൽ അത് MSE ഓർഡർ സബ് സ്കീം എന്ന് പറയും. അതായത് മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസസ് ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സബ് സ്കീം. ഇതിലൂടെ അവരുടെ ഡിലേഡ് പേയ്മെൻറ്റ്സിന് പരിഹാരം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് റാമ്പ് സ്കീം ഉദ്ദേശിക്കുന്നത്. പിന്നെ റാമ്പ് സ്കീമിൻ്റെ അണ്ടറിൽ സബ് സ്കീംസ് 2024-25 വന്നിട്ടുണ്ട്. അതാണ് MSME ടീമും MSC ഗിഫ്റ്റും. MSME ടീം എന്ന് വെച്ചാൽ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ട്രേഡ് എനേബിൾമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. MSC ഗിഫ്റ്റ് ആണെങ്കിൽ മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസസ് ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻസിങ്. ഇനി SFURTA സ്കീം എന്താണെന്ന് നോക്കുവാണെങ്കിൽ സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആണ്. അതായത് നമ്മുടെ ഖാദി, കയറ്, ഹണി ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള വ്യവസായങ്ങളെ എന്ത് ചെയ്യും? ഫണ്ട് ചെയ്യും. അവർ എന്തൊക്കെ കൊടുക്കുമെന്ന് വെച്ചാൽ കോമൺ ഫെസിലിറ്റി സെൻറ്റർ കൊടുക്കും, അതുപോലെ തന്നെ മോഡേൺ മെഷീനറി, ബെറ്റർ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് ടൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ഇൻഡസ്ട്രിയെ പ്രോഫിറ്റബിൾ ആക്കും. ഓക്കെ. സോ നമ്മൾ ഇതിൻ്റെ ഉത്തരം നോക്കുവാണെങ്കിൽ ഈ മുദ്രയും എമർജൻസി ക്രെഡിറ്റ് ലൈനും ഉദ്യമിയും SFURTA റാമ്പ് സ്കീമുകളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണോ? അല്ല. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. നമ്മളിപ്പോൾ നോക്കി മൈനിങ് സെക്ടറല്ല, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് അല്ല, മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് വേ ടു ആഡ് എ ന്യൂ സ്ലൈഡ് ഇൻ ദ MS PowerPoint 2019 പ്രസൻറ്റേഷൻ? MS PowerPoint 2019 പ്രസൻറ്റേഷനിൽ ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാനുള്ള കറക്റ്റ് വേ ഏതാണെന്നാണ് ചോദ്യം. റൈറ്റ് ക്ലിക്ക് ദ സ്ലൈഡ്, സെലക്ട് കോപ്പി. ഒരിക്കലും അല്ല, നമ്മൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ന്യൂ സ്ലൈഡാണ് ആഡ് ചെയ്യാനുള്ളത്. പ്രസ് Ctrl N ആണോ? Ctrl N ക്ലിക്ക് ചെയ്താൽ എന്ത് പറ്റും? പുതിയൊരു ബ്ലാങ്ക് PowerPoint പ്രസൻറ്റേഷൻ ഓപ്പൺ ആയി വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയായിരുന്നു. ഓക്കെ. ഗോ ടു ദ ഹോം ടാബ്, ക്ലിക്ക് ന്യൂ സ്ലൈഡ്. അത് കറക്റ്റാണ് അല്ലേ? നമ്മൾ ഹോം ടാബിൽ ന്യൂ സ്ലൈഡ് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഒരു പുതിയ സ്ലൈഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെക്കിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇനി പ്രസ് Alt + F4 എന്താണ്? Alt + F4 നമ്മൾ ഇന്നലെ ഷോർട്ട് കട്ട് പഠിച്ച എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചായിരുന്നു. അതാണ് Alt + F4 ക്ലിക്ക് ചെയ്താൽ കറൻ്റ്ലി ഒരു പ്രോഗ്രാം ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് എക്സിറ്റ് ആവും. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യണമെങ്കിൽ Alt + F4 ഞെക്കിയാൽ മതി. ഓക്കെ. ദ ബ്രിട്ടീഷ് യൂസ്ഡ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ടു. ബ്രിട്ടീഷ് എന്തിനാണ് നമ്മുടെ ആൾക്കാർക്ക് മോഡേൺ എഡ്യൂക്കേഷൻ കൊടുത്തതെന്നാണ്? റിഫോം ഇന്ത്യൻ സൊസൈറ്റി അല്ല. കാരണം നമ്മൾ മെക്കാളേസ് മിനിറ്റ് 1835, അതുപോലെ തന്നെ വൂഡ്സ് ഡിസ്പാച്ച് 1854 ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടിൽ നമ്മൾ പഠിച്ചെന്താണ്? മെക്കാളേസ് മിനിറ്റിലാണെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള മെക്കാളേസ് മിനിറ്റിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ എലൈറ്റ്സ് ആയിട്ടുള്ള, ഇന്ത്യയിലുള്ള എലൈറ്റ്സ് ആയിട്ടുള്ള ടോപ്പ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർ കൊടുക്കും, ബ്രിട്ടീഷുകാർ കൊടുക്കും. ദെൻ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ, താഴേക്കിടയിലോട്ടുള്ള ആൾക്കാരിലേക്ക് അവർ വഴി എത്തും. ഇതായിരുന്നു മെക്കാളേസ് മിനിറ്റിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വൂഡ്സ് ഡിസ്പാച്ചിൽ പറഞ്ഞിരുന്നത് എന്താണ്? വെർണാക്കുലർ എഡ്യൂക്കേഷൻ ആയിരിക്കും ഏറ്റവും താഴ്ന്ന എഡ്യൂക്കേഷൻ. അതായത് പ്രൈമറി ലെവലുകളിൽ നമ്മുടെ സ്വന്തം മദർ ടങ് വെച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയും ഹയർ ക്ലാസ്സസിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഇത് രണ്ടും ഇവർ കൊണ്ടുവന്നത് എന്തിനാണ്?
നമ്മുടെ ഇന്ത്യൻ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാനോ ഇന്ത്യൻ സൊസൈറ്റി റിഫോം ചെയ്യാനോ വുമണിന് എംപവർമെൻറ്റ് കൊടുക്കാനോ ഒന്നുമല്ല, അവരുടെ തന്നെ കൊളോണിയൽ റൂൾ സ്ട്രെങ്തൻ ചെയ്യാനാണ്. ഓക്കെ, അവരുടെ തന്നെ കൊളോണിയൽ റൂൾ സ്ട്രെങ്തൻ ചെയ്യണമായിരുന്നു അവർക്ക്. സോ അതിന് ഇന്ത്യയിൽ നിന്ന് അവരെ പോലെ ചിന്തിക്കുന്ന, അവരുടെ ഭാഷ അറിയാവുന്ന ആൾക്കാരെ അവർക്ക് ആവശ്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവർ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തരുന്നത്. അക്കോർഡിംഗ് ടു ഗ്ലോബൽ ഡെപ്റ്റ് റിപ്പോർട്ട് 2025, വാട്ട് ഈസ് ദ പ്രൊജക്റ്റഡ് സോവറൈൻ ബോണ്ട് ഇഷ്യൂവൻസ് ഇൻ OECD കൺട്രീസ് ഫോർ 2025? കറണ്ട് അഫയേഴ്സ് എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. OECD കൺട്രീസിലെ പ്രൊജക്റ്റഡ് സോവറൈൻ ബോണ്ട് ഇഷ്യൂവൻസ് 2025 ഗ്ലോബൽ ഡെപ്റ്റ് റിപ്പോർട്ട് പ്രകാരം എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഈ OECD കൺട്രീസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോർപ്പറേഷൻ ഫോർ ഡെവലപ്മെൻ്റ് ആണ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 17 ട്രില്യൺ ആണ്. ഓക്കെ, 17 ട്രില്യൺ US ആണ് OECD കൺട്രീസിൻ്റെ പ്രൊജക്റ്റഡ് സോവറൈൻ ബോണ്ട് ഇഷ്യൂവൻസ് 2025. ഓക്കെ, നമ്മൾ 2026 OECD ഗ്ലോബൽ ഡെപ്റ്റ് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 18 ട്രില്യൺ US ആണ് 2026 OECD കൺട്രീസിൻ്റെ പ്രൊജക്റ്റഡ് സോവറൈൻ ബോണ്ട് ഇഷ്യൂവൻസ്. ഓക്കെ, 18 ട്രില്യൺ. നേരത്തെ അത് 17 ട്രില്യൺ ആയിരുന്നു, ഇപ്പം 18 ട്രില്യൺ ആയിട്ടുണ്ട്. ഇനി ടോട്ടൽ ഡെപ്റ്റ് ലോഡ് എടുക്കുകയാണെങ്കിൽ OECD നേഷൻസിൻ്റെ ടോട്ടൽ ഡെപ്റ്റ് ലോഡ് 61 ട്രില്യൺ US ആണ്. ഓക്കെ, 61 ട്രില്യൺ US ആണ്. ഈ OECD കൺട്രീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 38 രാജ്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, 38 മെമ്പേഴ്സാണുള്ളത്. ഇത് എസ്റ്റാബ്ലിഷ് ആവുന്ന 1961. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസ്, ഫ്രാൻസിലെ പാരീസിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഇന്ത്യ വാട്ട് ആർ മുനിസിപ്പാലിറ്റീസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ? ഇന്ത്യയിൽ മുനിസിപ്പാലിറ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. കണ്ടക്ടിങ് നാഷണൽ ഇലക്ഷൻസ്, ഒരിക്കലുമില്ല. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് സ്റ്റേറ്റിനും ഉണ്ട്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുണ്ട്. ഇനി മാനേജിങ് ഡിഫൻസ് റിലേറ്റഡ് മുനിസിപ്പൽ ആക്ടിവിറ്റീസ്, മുനിസിപ്പലിലെ ഡിഫൻസ് നമ്മൾ ഒരിക്കലും മുനിസിപ്പാലിറ്റി അല്ല നോക്കുന്നത്. കൺട്രോളിങ് ഓൾ പോർട്സ് ഇൻ ഇന്ത്യ, അതും തെറ്റാണ്. കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ പോർട്സുകൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മിനിസ്ട്രി ഓഫ് എന്തുണ്ട്? പോർട്സ്, വാട്ടർവേസ് ആൻഡ് ഷിപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെയാണ് പോർട്സ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്മോൾ സിറ്റീസ് ആൻഡ് ടൗൺസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 74ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 എന്ത് വരുന്നത്? നമ്മുടെ ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റി എസ്റ്റാബ്ലിഷ് ആവുന്നു. ഷെഡ്യൂൾ 11 എന്ത് എസ്റ്റാബ്ലിഷ് ആവുന്നു? പഞ്ചായത്ത് എസ്റ്റാബ്ലിഷ് ആവുന്നു. പഞ്ചായത്ത് എസ്റ്റാബ്ലിഷ് ആവുന്ന അമെൻമെൻറ്റ് ആക്ടാണ് 73rd അമെൻമെൻറ്റ് ആക്ട് 1992. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 മുനിസിപ്പാലിറ്റിയും എസ്റ്റാബ്ലിഷ് ആവുന്നു. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ പാർട്ട് 9A ആണ് മുനിസിപ്പാലിറ്റി. പാർട്ട് 9 ആണ്, വെറും 9 ആണ് പഞ്ചായത്ത്. അതിൻ്റെ പാർട്ട് 9A ആണ് മുനിസിപ്പാലിറ്റി. ഇനി ഷെഡ്യൂൾ 11 ടോട്ടൽ പഞ്ചായത്തിന് വേണ്ടിയിട്ട് 29 ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റീസിന് വേണ്ടി 18 ഫങ്ഷൻസ്. ഇവിടെ 18 ഫങ്ഷൻസ്, ഇവിടെ 29 ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതായത് അവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ആർട്ടിക്കിളുകൾ നോക്കുകയാണെങ്കിൽ 243 മുതൽ 243 O വരെയാണ് പഞ്ചായത്തിൻ്റെ ആർട്ടിക്കിൾ വരുന്നത്. 243 P മുതൽ 243 ZG വരെയാണ് മുനിസിപ്പാലിറ്റീസിൻ്റെ വരുന്നത്. ഓക്കെ, 243 P എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. നമ്മുടെ കമ്മിറ്റിയുടെ, മെട്രോപൊളിറ്റൻ ഏരിയയുടെ, മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡെഫിനിഷനാണ് 243 Pയിൽ പറയുന്നത്. 243 Q എടുക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് 243 Qയിൽ പറയുന്നത്. 3 തരം മുനിസിപ്പാലിറ്റീസ് ആണ് ഉള്ളത്. നഗരപഞ്ചായത്താണ് ഫസ്റ്റ് വൺ. നഗരപഞ്ചായത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നഗരപഞ്ചായത്ത് വരുന്നത്. ദെൻ മുനിസിപ്പൽ കൗൺസിൽസ് എന്ന് പറയുന്നത് സ്മോൾ ടൗൺസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ബിഗ് സിറ്റീസിന് വേണ്ടിയിട്ടാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. അതാണ് 243 Qയിൽ പറയുന്നത്. 243 R പറയുന്നത് കോമ്പോസിഷൻ ഓഫ് മുനിസിപ്പാലിറ്റിയാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മുനിസിപ്പാലിറ്റിയും ഇത് കോമ്പോസിഷൻ ഓഫ് മുനിസിപ്പാലിറ്റി. കോമ്പോസിഷൻ ഓഫ് മുനിസിപ്പാലിറ്റി വെച്ചാൽ മുനിസിപ്പാലിറ്റിയിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരെയും ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 243 S പറയുന്നത്
3 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷനുള്ള ഏതൊരു മുനിസിപ്പാലിറ്റിക്കും വാർഡ് കമ്മിറ്റികൾ നിർബന്ധമാണ്. അതാണ് 243 പറയുന്നത്. 243 പറയുന്നത് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ആണ്. അതായത് നമ്മുടെ SC ST വിഭാഗത്തിനും അതുപോലെ തന്നെ വുമണിനുമുള്ള സീറ്റ് റിസർവേഷൻ. വുമണിന് അറ്റ്ലീസ്റ്റ് 1/3 സീറ്റെങ്കിലും റിസർവ്ഡ് ആയിരിക്കണം മുനിസിപ്പാലിറ്റിയിൽ. ഇനി 243 പറയുന്നത് എന്താണ്? ഡ്യൂറേഷൻ ഓഫ് മുനിസിപ്പാലിറ്റിയാണ്. ഫിക്സഡ് ആയിട്ടുള്ള 5 വർഷത്തെ ടേമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് 243 പ്രകാരമുള്ളത്. 243 പറയുന്നത് പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റിയുടെ 18 ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. ആ 18 ഫംഗ്ഷൻസ് ചെയ്യാനുള്ള പവേഴ്സ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റിയാണ് 243 കൊടുക്കുന്നത്. 243 എടുക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ പവേഴ്സ് ആണ്. അതായത് മുനിസിപ്പാലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയയിൽ അവർക്ക് ടാക്സ് പിരിക്കാം, ഫണ്ടുകൾ മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് 243 ദെൻ 243 ആണെങ്കിൽ ഫൈനാൻസ് കമ്മീഷൻ. അതായത് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന് മുനിസിപ്പാലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ റിവ്യൂ ചെയ്യാന്നുള്ളതാണ് 243 243 എടുക്കുകയാണെങ്കിൽ ഇലക്ഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് മുനിസിപ്പാലിറ്റീസിലെയും പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ നടത്തുക. ഇവിടെ 243 പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് എന്ത് ചെയ്യാൻ പറ്റും? മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനാണ് നടത്തുന്നത്. മറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ പോലുള്ള ഇലക്ഷൻസ് നടത്തുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദെൻ 243 പറയുന്ന ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. 243 പറയുന്നത് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയെ പറ്റിയാണ്. അതായത് മെട്രോപൊളിറ്റൻ ഏരിയസിലുള്ള പ്ലാനിങ്സ് എല്ലാം നടക്കുന്നത് 243 പ്രകാരവും ബാക്കി ഏരിയാസിൻ്റെ പ്ലാനിങ് നടക്കുന്നത് 243 പ്രകാരമാണ്. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളുകൾ. ഓക്കെ, ദ ഭഗീരഥി ആൻഡ് അളകനന്ദ ജോയിൻറ്റ് ഫോം ദ ഗംഗാറ്റ്. ഭഗീരഥി അളകനന്ദയും കൂടെ ഗംഗ ഉണ്ടാകുന്ന എവിടെ വെച്ചാണെന്നാണ്? ഋഷികേശ്, ഹരിദ്വാർ, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്. നോക്കാം. നമ്മൾ നമ്മുടെ അളകനന്ദയും ഭഗീരഥയും ചേർന്ന് ഗംഗ ഉണ്ടാകുന്ന ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം. ഇതാണ് നമ്മുടെ അളകനന്ദ. ബദ്രിനാഥിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ഓക്കെ, ബദ്രിനാഥിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ആദ്യമായിട്ട് അളകനന്ദയെ വന്ന് ജോയിൻ ചെയ്യുന്നത് അളകനന്ദയുടെ ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ധൗളി ഗംഗയാണ്. അത് വിഷ്ണു പ്രയാഗിൽ വെച്ചിട്ടാണ് ധൗളി ഗംഗ ജോയിൻ ആവുന്നത്. ഓക്കെ, ധൗളി ഗംഗ. ദെൻ രണ്ടാമതായിട്ട് എഗെയിൻ ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. അതാണ് നന്ദാകിനി. നന്ദാകിനി വന്ന് ജോയിൻ ചെയ്യുന്ന നന്ദപ്രയാഗിൽ വെച്ചിട്ടാണ്. പഠിക്കാൻ എളുപ്പമായിരിക്കും. നന്ദാകിനി, നന്ദപ്രയാഗ്. ഓക്കെ, ഇത് ധൗളി ഗംഗയാണ്. ധൗളി ഗംഗ വിഷ്ണു പ്രയാഗിൽ വെച്ചിട്ട്. ദെൻ എഗെയിൻ അടുത്തൊരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പിണ്ടർ നദി. പിണ്ടർ നദി എവിടെ വെച്ച് ജോയിൻ ചെയ്യും? കർണപ്രയാഗിൽ വെച്ചിട്ട്. ഓക്കെ, ഈ ധൗളി ഗംഗ വിഷ്ണു പ്രയാഗാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, DV, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് കോഡ്. ദെൻ നന്ദാകിനി നന്ദപ്രയാഗ് കിട്ടും NN ആയതുകൊണ്ട്. പിണ്ടർ കർണപ്രയാഗ് കിട്ടാനാണ് PK, പിണ്ടർ കർണപ്രയാഗ്. PK മൂവി ആലോചിക്കുക. ദെൻ അടുത്തത് നമ്മുടെ കേദാർനാഥിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന അളകനന്ദയുടെ ഒരു റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് ഏത്? മന്ദാകിനി. ഈ മന്ദാകിനി കേദാർനാഥിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന. മന്ദാകിനി വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗാണ്. അത് നമുക്ക് മിസ്റ്റർ കോഡ് വെച്ച് പഠിക്കാം. ദെൻ ലാസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഭഗീരഥി നദി. ഓക്കെ, ഭഗീരഥി നദിയാണ് ഗംഗോത്രിയിൽ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത്. ഭഗീരഥി നദി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ ദേവപ്രയാഗ്. ഭഗീരഥി നദി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ യമുനോത്രിയിൽ നിന്ന് യമുന വരുന്നുണ്ട്. യമുന വന്ന് ചേരുന്നുണ്ട്. എവിടെ ചേരും? ഇപ്പം ഭഗീരഥി നദിയും അളകനന്ദയും ജോയിൻ ചെയ്ത് ഇവിടെ വെച്ച് ദേവപ്രയാഗിൽ വെച്ചിട്ട് എന്തായി? ഇത് ഗംഗാ നദിയായി മാറിക്കഴിഞ്ഞു. ഇനി ഗംഗ വന്നിട്ട് ത്രിവേണി സംഗമം ഇവിടെ വെച്ചിട്ട് യമുനയായിട്ട് ജോയിൻ ചെയ്യും. ത്രിവേണി സംഗമം ആണ് എവിടെ? പ്രയാഗ്രാജ്, അല്ലെങ്കിൽ പണ്ടത്തെ അലഹബാദ്. ഇവിടെ ത്രിവേണി സംഗമം എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ആക്ച്വലി ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സരസ്വതി, ഹിന്ദു മിത്തോളജി പ്രകാരം സരസ്വതി അണ്ടർഗ്രൗണ്ടിലൂടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ സയൻറ്റിഫിക് പ്രൂഫൊന്നുമില്ല. സയൻറ്റിഫിക്കലി ആക്ച്വലി യമുനയും ഗംഗയും മാത്രമേ ഇവിടെ പ്രയാഗ്രാജിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രയാഗ്രാജിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത്.
ദെൻ ഗംഗ ഫ്ലോ ചെയ്യുന്ന അപ്രോക്സിമറ്റ്ലി 2525 കിലോമീറ്ററാണ് ഗംഗയുടെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഉത്തരം ഭഗീരഥി അളകനന്ദയും ജോയിൻ ചെയ്യുന്നത് ഗംഗയാവുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ചിട്ട്. ഓക്കെ, ദേവപ്രയാഗ്. ഇനി നമ്മുടെ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എല്ലാം ഹിമാലയൻ നദികളും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എല്ലാം പെനിൻസുലാർ നദികളുമാണ്. ഓക്കെ, ഫസ്റ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് രാംഗംഗ. കനൗജിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഓക്കെ, ദെൻ ഗോമതി. ഗോമതി ഫിൽബിറ്റ് ടൈഗർ റിസർവ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചായിരുന്നു. ഫിൽബിറ്റ് ടൈഗർ റിസർവ് നമ്മൾ പഠിച്ചു. എവിടെയാണ് ഫിൽബിറ്റ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഓക്കെ, ഉത്തർപ്രദേശിലാണ് ഫിൽബിറ്റ്. ഫിൽബിറ്റിലെ ഗോംതാലിലാണ് ഗോമതി ഉത്ഭവിക്കുന്നത്. സോ ഫിൽബിറ്റ് ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഗോമതിയാണ്. ഓക്കെ, ഫിൽബിറ്റ് നദിയുടെ തീരത്താണ് ഏതുള്ളത്? ഗോമതി നദിയുടെ തീരത്താണ് ഏതുള്ളത്? ലക്നൗ സിറ്റി ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഗാഗ്ര. ഗാഗ്ര എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ബൈ വോളിയമാണ്. അതായത് ഏറ്റവും കൂടുതൽ വോളിയം ഡിസ്ചാർജ് ചെയ്യുന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് ഗാഗ്ര. അത് ചപ്രയിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗാണ്ടക്ക് നേപ്പാളിൽ അറിയപ്പെടുന്ന പേരാണ് നാരായണി. അത് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ബീഹാറിലെ സോൻപൂർ അല്ലെങ്കിൽ പാട്നയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഗാണ്ടക്ക് നേപ്പാളിൽ അറിയപ്പെടുന്നത് എന്താണെന്നാണ്? നാരായണി. ദെൻ അടുത്തൊരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറാണ് കോസി. കോസി അറിയപ്പെടുന്ന സോറോ ഓഫ് ബീഹാർ. ഓക്കെ, ഓർത്തോളണം. കോസി സോറോ ഓഫ് ബീഹാർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി നമ്മൾ ദാമോദർ പഠിക്കുന്നുണ്ട്. ദാമോദർ എന്താണ്? സോറോ ഓഫ് ബംഗാളാണ്. സോറോ ഓഫ് ആസാമാണ് ബ്രഹ്മപുത്ര. ഓക്കെ, സോറോ ഓഫ് ആസാമാണ് ബ്രഹ്മപുത്ര. ഇനി റൈറ്റ് ബാങ്ക് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിൽ മഹാനന്ദ കൂടിയാണ്. മഹാനന്ദയാണ് ഏറ്റവും അവസാനത്തെ, ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി മഹാനന്ദയാണ്. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് എന്ത് ചെയ്യും? ഗംഗ ഒഴുകും. ബംഗ്ലാദേശിൽ എത്തുമ്പം ഗംഗയെ വിളിക്കുന്ന പേരാണ് പത്മ. ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ബ്രഹ്മപുത്ര വിളിക്കുന്ന പേരാണ് ജമുന. ഈ പത്മയും ജമുനയും കൂടെ ചേർന്ന് നേരെ മേഘ്ന എന്ന് പറയുന്ന നദി ഉണ്ടായിട്ട് അത് മേഘ്ന എന്ന് പറയുന്ന നദി ഉണ്ടായിട്ട് എന്ത് ചെയ്യും? അത് ബേ ഓഫ് ബംഗാളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നോക്കുകയാണെങ്കിൽ യമുനയാണ് ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറിയാണ്. യമുനോത്രി ഗ്ലേഷ്യറിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് പ്രയാഗ്രാജിൽ വെച്ചിട്ട് ഗംഗയായിട്ട് മീറ്റ് ചെയ്യും. അതിനാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഓക്കെ, യമുനയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറികളാണ് ചമ്പൽ, ബഡുവ, കെന്നം എന്നൊക്കെ പറയുന്നത്. ദെൻ സൺ നദി അമർകാണ്ടക് പ്ലാറ്റ്യൂവിൽ ഉത്ഭവിക്കുന്നു. പാട്നയിൽ വെച്ച് ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നു. ദാമോദർ എടുക്കുകയാണെങ്കിൽ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിൽ അത് ഉത്ഭവിക്കുന്നു. ഹൂഗ്ലിയിൽ അത് ജോയിൻ ചെയ്യുന്നു വെസ്റ്റ് ബംഗാളിൽ വെച്ച്. ഹൂഗ്ലി എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും ഉണ്ട്. ട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ ഇപ്പം ഒരു നദി ഗംഗയിലേക്ക് ചെന്ന് ചേരുന്നുണ്ടെങ്കിൽ, വെള്ളം ഗംഗയിലേക്ക് കൊണ്ടൊഴുക്കുന്നുണ്ടെങ്കിൽ ആ നദി ട്രിബ്യൂട്ടറിയാണ്. ഗംഗയിൽ നിന്ന് ഒരു നദി വേർപെട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതാണ് ഡിസ്ട്രിബ്യൂട്ടറി. ഈ ഹൂഗ്ലി എങ്ങനെയാണ്? ഗംഗയിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് പോകുന്ന ഒരു നദിയാണ് ഹൂഗ്ലി നദി. ഓക്കെ, അതത്രയാണുള്ളത്. ഇനി നമുക്ക് ഗംഗയുടെ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് സിഗ്നിഫിക്കൻസ് നോക്കാം. നമ്മുടെ ഗംഗാ ബേസിൻ എന്ന് പറയുന്നത് ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അഗ്രികൾച്ചറിന്, റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ പോലുള്ള അഗ്രികൾച്ചറിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നദിയാണ് ഗംഗ. ഗംഗയിൽ കാണപ്പെടുന്നൊരു ഡോൾഫിനാണ് ഗാംഗസ് റിവർ ഡോൾഫിൻ, അല്ലെങ്കിൽ ഗാംഗറ്റിക് റിവർ ഡോൾഫിൻ എന്നൊക്കെ പറയും. നമ്മുടെ നാഷണൽ അക്വാട്ടിക് ആനിമലാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ആനിമലാണ്. എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ പെടുന്ന ഒരു ഷെഡ്യൂൾഡ് ആനിമലാണ് ഗാംഗസ് റിവർ ഡോൾഫിൻ. ഇനി നാഷണൽ വാട്ടർവേ 1 ഹാൽദിയ മുതൽ പ്രയാഗ്രാജ് വരെ 1620 കിലോമീറ്ററാണ് ദൂരം. ഗംഗയിലാണ് നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ നാവിഗേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗംഗ ഒരു സ്പിരിച്വൽ ഹബ്ബാണ്. അറിയാം, കുംഭമേളയ്ക്ക് പ്രയാഗ്രാജൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹരിദ്വാർ, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ദെൻ ഉത്തർപ്രദേശിലെ വാരണാസിയൊക്കെ ഹിന്ദു പിലിഗ്രിമേജിന് ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ്. ഇനി ഗംഗയുടെ കോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം, ഗംഗ ഉണ്ടാകുന്ന അളകനന്ദയും ഭഗീരഥയും കൂടെ ചേർന്ന് ദേവപ്രയാഗിൽ വെച്ചിട്ട് ദെൻ അത് അവിടെ നിന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ചിട്ട് ഗംഗ എന്ത് ചെയ്യും? പ്ലെയിനുകളിലേക്ക് എൻ്റർ ചെയ്യും. സമതലത്തിൽ എൻ്റർ ചെയ്യും. ദെൻ ഉത്തർപ്രദേശിലേക്ക് ഒഴുകും. ഉത്തർപ്രദേശിലാണ് ലോങ്ങസ്റ്റ് സ്ട്രെച്ച്. 1450 കിലോമീറ്ററാണ് ഉത്തർപ്രദേശിലൂടെ ഗംഗ ഒഴുകുന്നത്. ഗംഗ പ്രധാനപ്പെട്ട സിറ്റികളായിട്ടുള്ള കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി ഇതുപോലുള്ള സിറ്റികളിലേക്ക് സൈഡിൽ കൂടെയാണ് ഇത് ഒഴുകി പോകുന്നത്. സോ ഈ ഗംഗയുടെ ബാങ്കിലാണ് കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇനി
ബീഹാറിൽ പാട്ന, ബീഹാറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പാട്ന സ്ഥിതി ചെയ്യുന്നതും ഗംഗയുടെ തീരത്താണ്. ഇനി ജാർഖണ്ഡിലാണെങ്കിൽ ജാർഖണ്ഡിൽ ഒരു ചെറിയൊരു ഏരിയയിലൂടെ മാത്രമേ ഗംഗ കടന്നു പോകുന്നുള്ളൂ. അതാണ് നമ്മുടെ ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച് ഡിസ്ട്രിക്റ്റ്. ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച് ഡിസ്ട്രിക്റ്റിലെ കുറച്ചൊരു പോർഷനിലൂടെ മാത്രമേ ഗംഗ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ദെൻ വെസ്റ്റ് ബംഗാളിലെത്തും. അവിടെ ഫറക്കയുടെ അടുത്ത് വെച്ച്, ഫറക്ക എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഗംഗ ബൈഫർക്കേറ്റ് ചെയ്ത് ഹൂഗ്ലി നദിയും ഗംഗയായിട്ട് വേർപെട്ട് പോകും. ദെൻ ഈ ഹൂഗ്ലി നേരെ വേ ഓഫ് ബംഗാളിലേക്ക് പോകും. ഗംഗ നേരെ ബംഗ്ലാദേശിലേക്ക് കയറിയിട്ട് പത്മ എന്നറിയപ്പെടും. ഓക്കെ. ഹൂ ഡിസ്കവേർഡ് ദ മാസ്കി അശോക ഇൻസ്ക്രിപ്ഷൻ? മാസ്കി അശോക ഇൻസ്ക്രിപ്ഷൻ ഡിസ്കവർ ചെയ്തത് ആരാന്നാണ് ഹിസ്റ്ററിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ജെയിംസ് പ്രിൻസപ്പ്, സി ബീഡൺ, ക്രിസ്റ്റ്യൻ ലാസൻ, ലോർഡ് കാനിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, മസ്കി എന്ന് പറയുന്ന കർണാടകയിലെ ഒരു അശോകൻ്റെ മൈനർ റോക്ക് എഡിക്റ്റ് ആണ്. ഇത് കണ്ടെത്തിയത് സി ബീഡൺ ആണ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടെത്തുന്ന ഇയർ 1915 ആണ്. ഇത് മസ്കി എന്ന് പറയുന്നത് അശോകൻ്റെ പേര് അശോക എന്ന് എഴുതിയേക്കുന്ന വളരെ കുറച്ച് സൈറ്റുകളിലെ ഒരു സൈറ്റാണ് മസ്കി. ഈ മസ്കി കൂടാതെ തന്നെ നിട്ടൂര്, ഗുജ്ജാര, ബ്രഹ്മഗിരി ഇങ്ങനെയുള്ള സൈറ്റുകളിലും അശോകൻ്റെ പേര് അശോക എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ദേവനാംപിയ എന്നാണ് അറിയപ്പെടുന്നത്. സോ അതാണ് മസ്കി. ഇനി ഡൽഹി തോപ്രാനി, ഡൽഹി മീററ്റ് എന്ന് പറയുന്നത് തോപ്രയിൽ നിന്നും മീററ്റിൽ നിന്നും അശോകൻ്റെ എന്താണ് പില്ലർ എഡിക്റ്റ് നമ്മുടെ ഫെറോസ് ഷാ തുഗ്ലക് ഡൽഹിയിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്തത് 14th സെഞ്ചുറിയിൽ. ഫെറോസ് ഷാ തുഗ്ലക് 14th സെഞ്ചുറിയിൽ തോപ്രയിൽ നിന്ന് മീററ്റ് നിന്നുള്ള എന്ത് ചെയ്തു, പില്ലേഴ്സ് ഡൽഹിയിൽ കൊണ്ടുവച്ചു. അതാണ് ഡൽഹി തോപ്ര, ഡൽഹി മീററ്റ് മേജർ പില്ലർ എഡിക്റ്റ്. ഇത് ഡിസൈഫർ ചെയ്തത് ജെയിംസ് പ്രിൻസപ്പാണ് 1837. ഓക്കെ, ജെയിംസ് പ്രിൻസപ്പാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഡിസൈഫർ ചെയ്യുന്നത്. ഇനി നേപ്പാളിലെ റുമിൻഡയിൽ ഉള്ള ഒരു മൈനർ പില്ലർ എഡിക്റ്റ് ആണ് കണ്ടുപിടിച്ചത്. റുമിൻഡയിലാണുള്ളത്. കണ്ടുപിടിച്ചത് അലോയിസ് ആൻഡൻ ഫുറർ 1896. ഈ റുമിൻ്റെ മൈനർ പില്ലർ എഡിക്റ്റ് അശോകൻ്റെ എന്താണ് ലുംബിനിയിലേക്കുള്ള യാത്രയെ കൊമമറേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനിയിൽ അശോകൻ വിസിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് റുമിൻ്റെ മൈനർ പില്ലർ എഡിക്റ്റ്. ഇതിനകത്ത് വില്ലേജസിലെ ടാക്സ് റിഡക്ഷനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കർണാടകയിലെ സന്നാട്ടിയിലുള്ള മേജർ റോക്ക് എഡിക്റ്റ് കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് 1989. ഇവിടെ മൊത്തത്തിൽ 14 മേജർ റോക്ക് എഡിക്റ്റാണ് ഈ സന്നാട്ടിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ അശോകൻ്റെ പോർട്രേറ്റ് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന റോക്ക് എഡിക്റ്റുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കർണാടകയിലെ സന്നാട്ടിയിൽ നിന്ന്. ബീഹാറിലെ രത്തൻപൂർവയിൽ ജ്ഞാനപ്രവാഹ ഇൻസ്റ്റിറ്റ്യൂഷൻ 2009 ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച മൈനർ റോക്ക് എഡിക്റ്റ് ഉണ്ട് ബീഹാറിലെ രത്തൻപൂർവയിൽ. ഓക്കെ, ഇതറിയപ്പെടുന്നത് ബസാഹ മൈനർ റോക്ക് എഡിക്റ്റ് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൈമൂർ ഹിൽസിലായിട്ട് വരും. ഓക്കെ, ബീഹാറിൽ കൈമൂർ ഹിൽസിലായിട്ട് വരും രത്തൻപൂർവയിൽ. ലേറ്റസ്റ്റ് ആണ്. ദെൻ ഗുജറാത്തിലെ ഗിർനാറിലെ മേജർ റോക്ക് എഡിക്റ്റ് കണ്ടുപിടിച്ചത് ജെയിംസ് ടോഡാണ് 1822. ഇവിടെ 14 എഡിക്റ്റ് ഒറ്റ റോക്കിലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രുദ്രനാമൻ ഫസ്റ്റിൻ്റെയും സ്കന്ദഗുപ്തയുടെ ഒക്കെ ഇൻസ്ക്രിപ്ഷൻസും ഈ റോക്ക് എഡിക്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, രുദ്രനാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഷക കിങ്ഡത്തിലെ ഷക ഡൈനാസ്റ്റിയിലെ ഒരു റൂളറായിരുന്നു രുദ്രനാമൻ ഫസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ സ്കന്ദഗുപ്ത എന്ന് പറയുന്നത് നമ്മുടെ ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രേറ്റസ്റ്റ് റൂളറാണ്. നമ്മുടെ ഷക ഫൗണ്ട് ചെയ്ത ആരാണ്? ഷക ഫൗണ്ട് ചെയ്തത് മോഗയാണ്. മോഗ അല്ലെങ്കിൽ മോസ് എന്ന് പറയും. ഓക്കെ, മോഗയാണ് ഷക ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. ഇൻഡോ സൈത്യൻസ് എന്നാണ് അവരറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ശ്രീഗുപ്തനാണ് ഗുപ്ത ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി രാജസ്ഥാനിലെ ബൈറാത്ത് അല്ലെങ്കിൽ ബബ്രൂവിൽ ഉള്ള മൈനർ റോക്ക് എഡിക്റ്റ് കണ്ടെത്തിയത് ക്യാപ്റ്റൻ ബർട്ടാണ് 1837. ഇതിനകത്ത് ബുദ്ധിസ്റ്റ് സംഘയിലെ 3 ജുവൽസ് ആയിട്ടുള്ള ബുദ്ധ, ധമ്മ, സംഘ ഇതിലൊക്കെയുള്ള അശോകൻ്റെ വിശ്വാസത്തെ വളരെയധികം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഇൻസ്ക്രിപ്ഷനിൽ അത് ഉണ്ട്. എവിടത്തെയാണ്? ബൈറാത്ത്, രാജസ്ഥാനിൽ. ഓക്കെ, ഇനി കാണ്ഡഹാർ, അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ കണ്ടുപിടിച്ച റോക്ക് എഡിക്റ്റ് ഒരു ബൈലിംഗ്വൽ എഡിക്റ്റ് ആണ്. അത് ഇറ്റാലിയൻ ആർക്കിയോളജിക്കൽ മിഷനാണ് കണ്ടെത്തിയത് 1958. ഇതിൽ ഗ്രീക്ക് ലാംഗ്വേജിലും അറാമിക് ലാംഗ്വേജിലുള്ള ഇൻസ്ക്രിപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗ്രീക്ക് സ്പീക്കിംഗ് പോപ്പുലേഷനിൽ വരെ അശോകൻ്റെ ധമ്മ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
ഇതെല്ലാം ഡിസൈഫർ ചെയ്യുന്ന ആരാണ്? ജെയിംസ് ഹുൺസപ്പ് ആണ് 1837. സോ അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ എപ്പിഗ്രഫിയാണ്. അതേപോലെ തന്നെ ബ്രഹ്മി കോഡ് ക്രാക്ക് ചെയ്തതും ജെയിംസ് ഹുൺസപ്പ് ആണ്. ഇനി ബ്രഹ്മിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അശോക എഡിക്റ്റുകൾ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും 3 ലാംഗ്വേജിലും 4 സ്ക്രിപ്റ്റിലുമാണ്. 3 ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാകൃത്, ഗ്രീക്ക്, അരാമിക്കാണ് 3 ലാംഗ്വേജ്. സ്ക്രിപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രീക്കിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, അരാമിക്കിലും തന്നെയാണ്. പക്ഷേ പ്രാകൃത് 2 സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മിയിലും അതുപോലെ തന്നെ കരോഷ്ടിയിലും. ബ്രഹ്മിയാണ് മോസ്റ്റ് കോമൺ. കരോഷ്ടി യൂസ് ചെയ്തേക്കുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ റീജിയൻസിലൊക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അശോകൻ്റെ പേര് അപ്പിയർ ചെയ്യുന്ന 4 സൈറ്റിലാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മസ്കി, ബ്രഹ്മഗിരി, നിട്ടൂർ ആൻഡ് ഗുജാര. ഓക്കെ, സോ നമ്മുടെ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ആരാണ് മസ്കി അശോക ഇൻസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അത് സി ബീഡൺ ആണ്. ഓക്കെ, സി ബീഡൺ. Which statistical indicator is used to measure the depth of poverty by accounting for the extent to which individuals falls below the poverty line? പോവർട്ടി ലൈനിൽ താഴേക്ക് വീഴുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എത്രത്തോളം അവർ താഴേക്കിടയിലാണ് എന്ന് കണ്ടെത്താനുള്ള ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിപ്പെൻഡൻസി റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്ഷൻസിനകത്തുള്ളതാണ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, ഡിപ്പെൻഡൻസി റേഷ്യോ, ഹെഡ് കൗണ്ട് റേഷ്യോ ആൻഡ് ഗിനി കോഷ്യൻ്റ്. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഡിപ്പെൻഡൻസ്, അതായത് 15 വയസ്സിന് താഴെയും 67 വയസ്സിന് മുകളിലുമുള്ള ഏജിലുള്ള ആൾക്കാരാണ് ഡിപ്പെൻഡൻസ്. അവർ ജോലിക്ക് പോകുന്നവരല്ല. ഇനി ബൈ എന്താണ്? വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. 15 വയസ്സിനും 67 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർ, അവരാണ് വർക്കിംഗ് ഏജ്. അപ്പോൾ ഡിപ്പെൻഡൻസ് ബൈ വർക്കിംഗ് ഏജ് ആണ് ഡിപ്പെൻഡൻസി റേഷ്യോ. ഇനി ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇന്നിക്വാലിറ്റി മെഷർ ചെയ്യാൻ, ഒരു എൻ്റയർ പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവിടുത്തെ ഇന്നിക്വാലിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു കോഎഫിഷ്യൻ്റാണ് ഗിനി കോഎഫിഷ്യൻ്റ്. അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 0 to 1 ആണ്, അല്ലെങ്കിൽ 0 to 100% ആണ്. 0 റെപ്രസെൻറ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ഇക്വാലിറ്റി, അതായത് എല്ലാവർക്കും ഒരേ ഇൻകം. ആൻഡ് 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റിയുമാണ്, അതായത് ഒരാളുടെ കയ്യിൽ മുഴുവൻ ഇൻകം ഉണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും ഒരു ഇൻകം ഇല്ല. ഓക്കെ, ഗിനി കോഎഫിഷ്യൻ്റായിട്ട് റിലേറ്റഡ് വരുന്ന ഒരു ഗ്രാഫാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എന്താണ് ഇൻകം ഇൻഇക്വാലിറ്റി കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. നമുക്ക് നോക്കാം. എക്സ് ആക്സിസിൽ പോപ്പുലേഷൻ വരും, വൈ ആക്സിസിൽ നാഷണൽ ഇൻകം വരും. എന്നിട്ട് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇതേ ഇങ്ങനെ ഒരു ലൈനായിട്ട് പോകും. ബട്ട് ആക്ച്വലി ആ കൺട്രിയുടെ ആക്ച്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒരു കർവായിരിക്കും. ഈ പെർഫെക്റ്റ് ഇക്വാലിറ്റിയുടെ പിന്നെ ആക്ച്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയയാണ് എന്ത്? ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കർവാണ് ലോറൻസ് കർവ്. ഇനി പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പോവർട്ടിയുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡെപ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്ററാണ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള പോവർട്ടി ലൈനിന് താഴെയുള്ള ആൾക്കാർ അവർക്ക് എത്രത്തോളം പൈസ കിട്ടിയാലാണ് അവർ പോവർട്ടി ലൈനിന് മുകളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ലീവ് ബിലോ ഒഫീഷ്യൽ പോവർട്ടി ലൈനാണ്, അതായത് പോവർട്ടി ലൈനിന് താഴെ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രൊപ്പോർഷൻ. ഇതിൻ്റെ ഇക്വേഷനാണ് HCR, ഹെഡ് കൗണ്ട് റേഷ്യോ ഈക്വൽ ടു Q/N, വേർ Q എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈനും N എന്ന് വെച്ചാൽ ടോട്ടൽ പോപ്പുലേഷനുമാണ്. ഓക്കെ, ഹെഡ് കൗണ്ട് റേഷ്യോ ഈക്വൽ ടു Q/N. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് പോവർട്ടി കണ്ടെത്താൻ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റർ, അതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇൻഡിവിജ്വൽ ഫാൾസ് ബിലോ പോവർട്ടി ലൈൻ. നമ്മൾ നോക്കിയത് നമുക്കറിയാം ഏതാണ്? പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്. നമ്മളിവിടെ പറഞ്ഞു പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ആണ് എന്ത്? ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ എത്രത്തോളം മണി വേണം പോവർട്ടി ലൈനിൽ താഴെ കിടക്കുന്ന ഒരാളെ ലിഫ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഉത്തരം പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ സിർ പെർദി ഓർ ലോസ്റ്റ് വാക്സ് പ്രോസസ് വാസ് യൂസ്ഡ് ടു മേക്ക് സ്റ്റാച്യു ഓഫ് വിച്ച് മെറ്റീരിയൽ? ഏത് മെറ്റീരിയലിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കാനാണ് ലോസ്റ്റ് വാക്സ് പ്രോസസ്സ് എന്നാണ് ചോദ്യം ഹാരപ്പൻ സിവിലൈസേഷനിൽ. ഓക്കെ, അത് നോക്കുകയാണെങ്കിൽ സ്റ്റോൺ നമ്മൾ ഉരുക്കി ഒന്നും ഉണ്ടാക്കുന്നില്ല, സോ സ്റ്റോൺ അല്ല. ദെൻ ടെറാക്കോട്ട എന്ന് വെച്ചാൽ ബേക്ക്ഡ് എർത്ത് ആണ്, അതായത് ചൂടാക്കിയ ലൈക്ക് മണ്ണെടുത്തിട്ട് നമ്മൾ ചുടുകട്ട ഉണ്ടാക്കുന്ന പോലെ ചൂടാക്കുന്നതാണ് ടെറാക്കോട്ട. ഇനി ആ സമയത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു, ബട്ട് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ബ്രോൺസിലാണ്. ഓക്കെ, ഗോൾഡ് ഉണ്ടായിരുന്നു ബട്ട് ബ്രോൺസിലാണ് നമ്മൾ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് യൂസ് ചെയ്തിരുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. ഓക്കെ, മോഹൻജദാരോ ആണെങ്കിൽ ഇൻഡസ് നദിയുടെ തീരത്താണ്. ഇനി അതുപോലെ തന്നെ ചാഹുന്താരോ എവിടെയാണ്? ചാഹുന്താരോ ഇൻഡസ് നദിയുടെ തീരത്താണ്.
മോഹൻജദാരോ എന്ന് കണ്ടെത്തിയ ഒരു ലോസ്റ്റ് വാക്സ് ടെക്നിക്കിലൂടെ ഉണ്ടാക്കിയ ഒരു ബ്രോൺസ് സ്റ്റാച്ചു ആണ് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. 10.5 സെൻറ്റിമീറ്റർ ആണ് പൊക്കം. അതുപോലെ തന്നെ ഗേള് ഒരു പ്രൊവക്കേറ്റീവ് പോസിലാണ് ആൻഡ് അഡോൺ വിത്ത് ബാംഗിൾസും നെക്ലേസും ഉണ്ട്. ബാംഗിൾസും നെക്ലേസും ഒക്കെ അണിഞ്ഞു നിൽക്കുന്ന ഒരു പ്രൊവക്കേറ്റീവ് പോസിലുള്ളൊരു ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു ആണ് മോഹൻജദാരോ എന്ന് കിട്ടിയത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രോൺസ് യൂസ് ചെയ്താണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്കിലൂടെ. ഇനി ബ്രോൺസ് ബഫല്ലോ ഗോട്ട്, അത് അടുത്തൊരു ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊരു സ്റ്റാച്ചു ആണ്. അത് മോഹൻജദാരോ എന്നാണ് കണ്ടെത്തിയത്. അതിൽ ആനിമൽ അനാട്ടമി വളരെ റിയലിസ്റ്റിക് ആയിട്ട് അന്നത്തെ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി കോപ്പർ ഡോഗ് ബേർഡ് അടുത്തൊരു എക്സാമ്പിളാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത. ഗുജറാത്തിലെ ലോത്തലാണ്. ലോത്തൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പോർട്ട് ടൗൺ ആണ്, അല്ലെങ്കിൽ ഡോക്യാർഡ് നമ്മൾ പറയും. ലോത്തലാണ് എന്ത് കണ്ടുപിടിച്ചത്? കോപ്പർ ഡോഗ് ആൻഡ് ബേർഡ്. ഇനി ദൈമബാദിലെ ഹോഡും എന്താണ്? ഹോഡെന്ന് പറയുമ്പോൾ മാസീവ് ബ്രോൺസ് ചാരിയറ്റാണ്, ഒരു പണപ്പെട്ടിയാണ്, വലിയൊരു നിധി പോലത്തെ ഒരു പെട്ടിയാണ്. ഇതും എന്താണ്? ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഓക്കെ. ഇൻ വിച്ച് ഇയർ ഡിഡ് ഫ്രാങ്കോയിസ് മാർട്ടിൻ എസ്റ്റാബ്ലിഷ് പോണ്ടിച്ചേരി വിച്ച് ലേറ്റർ എമേർജ്ഡ് ആസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ഹെഡ് ക്വാർട്ടേഴ്സായി പിന്നീട് മാറിയ പോണ്ടിച്ചേരി ഫ്രാങ്കോയിസ് മാർട്ടിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം 1674 ആണ്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട യൂറോപ്യൻ പവേഴ്സും അവരുടെ ഫസ്റ്റ് ഫാക്ടറി, അതുപോലെ തന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോർച്ചുഗീസാണ് നമ്മുടെ രാജ്യത്തിൽ ആദ്യമായിട്ട്, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ട് വരുന്ന യൂറോപ്യൻ പവർ പോർച്ചുഗീസാണ്. അവർ കൊച്ചിയിൽ 1501 അവരുടെ ഫസ്റ്റ് ഫാക്ടറി അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗോവയായിരുന്നു. 1530 അവർ പോർച്ചുഗീസുകാർ ഗോവ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കുന്നത്. അതിൻ്റെ അത് അവർ പോകുന്നവരെ 1961 നമ്മൾ ഓപ്പറേഷൻ വിജയിലൂടെ അവരെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നവരെ എന്ത് ചെയ്തു? അവർ തന്നെയായിരുന്നു, ഗോവ തന്നെയായിരുന്നു പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ. ഓക്കെ. ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ അവരുടെ ഫസ്റ്റ് ഫാക്ടറി സൂറത്തിലാണ് 1612. ദെൻ അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലാണ് കൽക്കട്ട. 1772 മുതൽ 1911 വരെ. 1772 മുന്നേ ആദ്യം അവർക്ക് സൂറത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് 1687 ആയപ്പം 1612 സൂറത്തിൽ വന്നു. ദെൻ 1687 ആയപ്പോൾ ബോംബെയിലേക്ക് അവർ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. ദെൻ കൽക്കട്ടയിലേക്ക് 1772 ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുകയും അത് ഇമ്പീരിയൽ ക്യാപിറ്റൽ ആകുകയും ചെയ്തു. ദെൻ 1911 ന്യൂഡൽഹി എന്ത് ചെയ്യുന്നത്? അവരുടെ ക്യാപിറ്റലാക്കുന്നത്. ഓക്കെ. ന്യൂഡൽഹി നമ്മുടെ ക്യാപിറ്റലാവുന്നത് ഏത് വർഷമാണ്? ന്യൂഡൽഹി ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആവുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1991 എന്ത് സംഭവിക്കുന്നത്? ഡൽഹി നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആവുന്നത്. ഇനി ഡച്ചുകാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മസൂലിപ്പട്ടണം 1605 അതാണ് അവരുടെ ഫസ്റ്റ് ഫാക്ടറി. 1690 നാഗപട്ടണമാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയത്. ആദ്യം പുലിക്കട്ടായിരുന്നു, 1610 പുലിക്കട്ടായിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ നാഗപട്ടണത്തിലേക്ക് 1690 ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. അതിൻ്റെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവരുടെ ഡച്ചുകാരുടെ കൂടുതൽ ടെറിട്ടറി ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനി ഫ്രഞ്ചുകാരുടെ ഫസ്റ്റ് ഫാക്ടറി ബ്രിട്ടീഷുകാരുടെ പോലെ തന്നെ സൂറത്തിലാണ്. അത് 1668 പോണ്ടിച്ചേരിയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1677 ഇതായിരുന്നു ചോദ്യം. പോണ്ടിച്ചേരി 1677 ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട്. ദെൻ എന്ത് ചെയ്തു? ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഫ്രഞ്ച് പവറിൻ്റെ ഒരു നെർവ് സെൻ്ററാണ്, അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ഓക്കെ. 1954 എന്ത് ചെയ്യുന്നു? അവർക്ക് പോണ്ടിച്ചേരി ലോസ് ആവുന്നു. എങ്ങനെ? നമ്മൾ ഇവിടെ നിന്ന് അവരെയും തുരത്തുന്നു 1954. ദെൻ ഡച്ച് എന്ന് പറഞ്ഞാൽ നെതർലാൻഡിലുള്ള ആൾക്കാരാണ്. ഡാനിഷ് എന്ന് വെച്ചാൽ ഡെൻമാർക്കിലുള്ള ആൾക്കാരാണ്. ഡാനിഷ് യൂറോപ്യൻ പവറിൻ്റെ ഫസ്റ്റ് ഫാക്ടറി അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ട്രാങ്കിബാർ ആണ്. 1620. ഓക്കെ. ട്രാങ്കിബാർ പഴയ നെയിമാണ്. ഇത് തമിഴ്നാട്ടിലുള്ള ഇപ്പോൾ തകരംപട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ ട്രാങ്കിബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രൈമറി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സെറാംപൂർ ആണ്. സെറാംപൂർ അവർ എന്ത് ചെയ്യുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷമാണ് 1755. ഓക്കെ. ഇനി നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രസിഡൻസീസ് ഒന്ന് നോക്കാം. ജസ്റ്റ്
ബംഗാൾ പ്രസിഡൻസി. ബംഗാൾ പ്രസിഡൻസിയുടെ ക്യാപിറ്റലാണ് കൽക്കട്ട. കൽക്കട്ടയിലെ ഫോർട്ട് വില്യം. ഓക്കെ, ഇതാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസിഡൻസി. കാരണം ഗവർണർ ജനറൽ ഓഫ് ബംഗാളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, ബംഗാൾ പ്രസിഡൻസിക്ക് അഥവാ കൽക്കട്ട പ്രസിഡൻസിക്ക് മദ്രാസിനെക്കാട്ടിയും ബോംബെനെക്കാട്ടിയൊക്കെ പവർ വന്നു. അതുകൊണ്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പ്രസിഡൻസിയാണ് ബംഗാൾ പ്രസിഡൻസി. ക്യാപിറ്റൽ കൽക്കട്ട, ഫോർട്ട് വില്യം. മദ്രാസ് പ്രസിഡൻസി നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ മദ്രാസാണ്, ഫോർട്ട് സെൻറ്റ് ജോർജ്. ഈ ഫോർട്ട് സെൻറ്റ് ജോർജ് ഇപ്പം നിലവിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ മദ്രാസ് ഇവരുടെ പ്രസിഡൻസി ആവുന്ന 1640-ലാണ്. ദെൻ ഫോർട്ട് സെൻറ്റ് ജോർജ് ബിൽഡ് ചെയ്യുന്നത് 1644-ലാണ്. 1644 ഫോർട്ട് സെൻറ്റ് ജോർജ് ബിൽഡ് ചെയ്യുന്നത്, 1640 മദ്രാസ് ക്യാപിറ്റലാവുന്നു. ഇനി ബോംബെ പ്രസിഡൻസി നോക്കുവാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്ത് തന്നെയാണ്, ആദ്യം സൂറത്തായിരുന്നു, പിന്നീട് 1687 ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാനുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിലും ഈ ലെക്ചറിലുമായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ട്രെൻഡാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, കറണ്ട് അഫയേഴ്സ് നമ്മൾ 11 ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ദെൻ അത് കഴിഞ്ഞാൽ ഹിസ്റ്ററി 8 ചോദ്യം. ഓക്കെ, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, 5 ചോദ്യം കമ്പ്യൂട്ടറിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിയും പൊളിറ്റിയൊക്കെയാണ് വരുന്നത്. സോ കറണ്ട് അഫയേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ജോഗ്രഫി, പൊളിറ്റി, ഇത്രയും കാര്യങ്ങൾ വളരെ വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. നമ്മൾ ഇനി വരുന്ന വീഡിയോകളിലൂടെ മറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ടുള്ളൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ജനറൽ അവയർനെസ് ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.